ഇൻട്രഡക്ഷനിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. സാബു സാറ് ചിരപരിചിതനായിട്ടുള്ള ഒരാളാണ് STPയെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 2-3 മാസത്തെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം വേദിയിൽ വരികയും നമുക്കിനിപ്പോൾ അഥവാ ഇനിയിപ്പോൾ ആരെങ്കിലും നമുക്ക് സമയത്തിന് ഒരാളെ ട്രെയിനറെ കിട്ടിയില്ലെങ്കിൽ സാബു സാറിനെ ധൈര്യമായിട്ട് നമുക്ക് വലിയൊരു മുന്നറിയിപ്പൊന്നും ഇല്ലാതെ വിളിക്കാം. സന്തോഷത്തോടു കൂടിയിട്ട് എപ്പോഴും സർവ്വസന്നദ്ധനായിട്ട് നിൽക്കുന്ന അറിവ് പകരാനും ഈ ട്രെയിനിങ് എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അത് നിർവഹിക്കാനും സദാ സന്നദ്ധനായിട്ടുള്ള ഒരു മാന്യദേഹമാണ് സാബു സാറ്. സാബു സാറിൻ്റെ ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സംഭവബഹുലം, അല്ലെങ്കിൽ ഒരു സംഭവം തന്നെയാണെന്ന് പറയുന്നത്. BSNL ഒരു ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം വളണ്ടറി റിട്ടയർമെന്റ് എടുക്കുകയാണ്. റിട്ടയർമെന്റിന് മുമ്പേ ജോലി ഉപേക്ഷിച്ച് സോഷ്യൽ ആക്ടിവിറ്റിയിലേക്കാണ് അദ്ദേഹം കടന്നിരിക്കുന്നത്. കുട്ടനാട് മേഖലയിൽ അനേകം ആളുകൾക്ക് പാർപ്പിടം വെച്ചു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയിലാണ് അദ്ദേഹം ഒരുപാട് സമയം ചെലവഴിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവിധ ഏജൻസികളെ കോർത്തിണക്കിക്കൊണ്ട് വീടില്ലാത്തവർക്ക് അനേകം വീടുകൾ എല്ലാ വർഷവും വെച്ചു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയിലാണ് അദ്ദേഹം മുഴുകിയിരിക്കുന്നത്. കൂടെ മറ്റു സോഷ്യൽ ആക്ടിവിറ്റികളും ഉണ്ട്. നല്ല പ്രഗത്ഭനായ ഒരു പ്രാസംഗികനായ അദ്ദേഹം ആത്മീയ പ്രവർത്തനങ്ങളിലും വ്യാപൃതനാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ BTech മെക്കാനിക്കൽ BTechനോടൊപ്പം ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി മറ്റ് 3 ബിരുദങ്ങൾ, ഈ എഞ്ചിനീയറിംഗ് ഈക്വലൻ്റ് ആയിട്ടുള്ള ബാച്ചിലറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള 3 ബിരുദങ്ങൾ വേറെയുമുണ്ട്. ഈസ് എ കംപ്ലീറ്റ് എഞ്ചിനീയർ എന്ന് വേണം പറയാം. നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അത്യുത്സാഹം എല്ലാവർക്കും മാതൃകയാണ്. ഇന്ന് ഈ ക്ലാസ്സുകൾ എടുക്കുക മാത്രമല്ല, എവിടെ എന്ത് ട്രെയിനിങ് ഉണ്ടെങ്കിലും അത് ചെറുതോ വലുതോ ട്രെയിനർ ഏത് തരത്തിൽപ്പെട്ടവരാകട്ടെ അവിടെ എല്ലാം ചേർന്ന് പഠിക്കാനുള്ള വലിയ എളിമ കാണിക്കുന്ന ഒരു മഹാത്മാവ് എന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കട്ടെ. ഡോക്ടർ സാബു മാമ്പള്ളി സാബു യോഹന്നാൻ. അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് ഈ വിഷയങ്ങളിലൊന്നുമല്ല, മാർക്കറ്റിങ്ങിലാണ്. ഒരു കലാവല്ലഭൻ എന്നോ അല്ലെങ്കിൽ ഒരു ബഹുമുഖ പ്രതിഭയെന്നോ, അതായത് പ്യുവർലി 3 എഞ്ചിനീയറിംഗ് ഡിഗ്രിയോടൊപ്പം സോഷ്യൽ സർവീസ്, പിന്നീട് മാർക്കറ്റിങ്ങിലെ ഡോക്ടറേറ്റ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഞാൻ കാണുന്നത്, ഞാൻ വളരെ കൗതുകത്തോടെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സാബു സാർ. ഇപ്പോഴദ്ദേഹം ഒരുപാട് സമയം ചെലവഴിക്കുന്നത് സൈക്കോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കാനും അത് പഠിപ്പിക്കാനുമാണ്. TA ട്രാൻസാക്ഷൻ അനാലിസിസ് അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ട്രാൻസാക്ഷൻ അനാലിസിസ് ഒരുപാട് ഒഫീഷ്യലായിട്ട് BTA MTA ഒക്കെ പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇദ്ദേഹം സ്വന്തമായിട്ടുള്ള ഒരു എഫേർട്ട് കൊണ്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും വായിക്കുകയും ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ട് TA ഇത്രയും ഒരുപാട് മണിക്കൂറുകൾ ഇത് വളരെ സൗജന്യ നിരക്കിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ ഒരുപാട് ആളുകൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന പവർഫുൾ ടൂള് ലോകത്തെ എല്ലാവരിലും എത്തിക്കണമെന്നുള്ളൊരു വാശിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു വളരെ ഊർജ്ജസ്വലനായ ഒരു യുവാവെന്ന് ഞാൻ വിളിക്കട്ടെ. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സും ചിന്തകളും അദ്ദേഹത്തിൻ്റെ കർമ്മനിരതയും ഒക്കെ യുവാക്കളെ പോലും തോൽപ്പിക്കുന്നതാണ്. നമുക്ക് യുവാക്കളായിട്ടുള്ള ഒരുപാട് ട്രെയിനർമാരെ നമുക്കറിയാം. പക്ഷെ അതിൻ്റെയൊക്കെ വളരെ അദ്ദേഹത്തിൻ്റെ ഉത്സാഹവും ഊർജ്ജസ്വലതയും എല്ലാം ഒരുപക്ഷെ വളരെ ഊർജത്തോടു കൂടി ഈ ട്രെയിനിങ് മേഖലയിൽ നിൽക്കുന്നവർക്കെല്ലാം ഒരു വെല്ലുവിളി തന്നെയാണ്. ഏറ്റവും പ്രിയങ്കരനായ ശ്രീ സാബു സാർ, ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വിഷയം വൈൽ യു സ്ലീപ്പ്. നമ്മൾ ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ.
ഒരുപക്ഷെ ഉറങ്ങുന്ന സമയത്ത് കണ്ട ചില സ്വപ്നങ്ങൾ മാത്രമായിരിക്കാം അതിൻ്റെ ശേഷിപ്പ്. ഒരുപക്ഷെ ഈ ഭൂമിയിൽ ഏറ്റവും ആസ്വാദ്യകരമായിട്ടുള്ള കാര്യം ഭക്ഷണം കഴിക്കുകയോ എന്തെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടുകയോ മറ്റു ഒന്നുമല്ല. ഏറ്റവും ആസ്വാദ്യകരമായിട്ടുള്ള കാര്യം ഉറങ്ങുകയാണ്, നന്നായി ഉറങ്ങാൻ പറ്റുകയാണ് എന്ന് ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നു. ഒരുപക്ഷെ ഇന്ന് സാബു സാറിനൊരു പ്രത്യേകതയുണ്ട്. ഈ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ബ്രെയിനിൻ്റെ ഉള്ളിലെ ന്യൂറോണിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ 4 വയസ്സിന് മുമ്പ് ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെയാണ് സാധാരണ സാറ് വളരെ അതിവിദഗ്ധമായിട്ട് നമ്മൾ അനാവരണം ചെയ്യാറ്. ഇന്ന് അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റുമായിട്ടാണ് സാറ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ അറിവുകൾ ഇന്ന് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏറെ സ്നേഹത്തോടെ, അതിലേറെ ബഹുമാനത്തോടെ പ്രിയങ്കരനായ സാബു സാർ, അങ്ങേക്ക് വേദിയിലേക്ക് വെൽക്കം. സാബു സാർ, ദ ഫ്ലോർ ഇസ് യുവേഴ്സ്. താങ്ക് യു സുനിൽ സാർ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുധാസ് സാർ, അതുപോലെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകിച്ച് സന്ധ്യാസമയത്തിൽ വളരെ സ്നേഹത്തോടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. നമ്മളെല്ലാവരും ഉറങ്ങുന്നവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പരിമിതമായ എൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് സംവേദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2-3 പുതിയ ചിന്തകൾ, പുതിയ വാക്കുകൾ ഞാൻ നിങ്ങളെ മനസ്സിലൊന്ന് കൂറിയിടുകയാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ്യുക. ഒന്നാമത്തെ വാക്ക് എന്ന് പറയുന്നത് റെം സ്ലീപ്പ് എന്നാണ്. റെം സ്ലീപ്പ് എന്നുള്ളത് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാമെങ്കിൽ യെസ് എന്നോ നോ എന്നോ ഒന്ന് ചാറ്റ് ചെയ്യാവുന്നതാണ്. റെം സ്ലീപ്പ്, REM സ്ലീപ്പ്. ഓക്കെ, നോ സാർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അതിൻ്റെ ഫുൾ ഫോം റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്നാണ്. റാപ്പിഡ് ഐ മൂവ്മെന്റ്. നമ്മൾ കൊച്ചു കുട്ടികൾ ഉറങ്ങുമ്പോൾ അവരുടെ കണ്ണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. കൈ നമ്മുടെ കുഞ്ഞിന്റെ കണ്ണുകൾ അല്ലെങ്കിൽ കൺപോളകൾ അല്ലെങ്കിൽ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായി നമുക്ക് കാണാം. ഇതാണ് റെം സ്ലീപ്പ് എന്ന അല്ലെങ്കിൽ റെം സ്ലീപ്പിന്റെ മെത്തേഡ്, ദാറ്റ് ഈസ് റാപ്പിഡ് ഐ മൂവ്മെന്റ്. രണ്ടാമത്തെ പോയിന്റ് സർക്കാഡിയൻ റിതം. ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്നോ നോ എന്നോ ടൈപ്പ് ചെയ്യാം. സർക്കാഡിയൻ റിതം. യെസ്, ജെൻ സാർ പറയുന്നു യെസ്, എസും നോയും ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, രാജു സാർ യെസ് എന്ന് പറയുന്നു. ഓക്കെ, തേർഡ് പോയിന്റ് ഈസ് ബയോളജിക്കൽ ക്ലോക്ക്. തേർഡ് ഈസ് ബയോളജിക്കൽ ക്ലോക്ക്. യെസ്, അതും കേട്ടിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. നാലാമത്തെ വാക്ക് തേർഡ് ഐ ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിന്റെ മൂന്നാമത്തെ കണ്ണ്, തേർഡ് ഐ ഓഫ് ദി ബോഡി. ഈ 4 വിഷയങ്ങളെക്കുറിച്ചും അതിനോട് ചേർന്നുള്ള കുറേ വിഷയങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ 4 കാര്യങ്ങളും റെം സ്ലീപ്പ്, അതുപോലെ സർക്കാഡിയൻ റിതം, അതുപോലെ ബയോളജിക്കൽ ക്ലോക്ക് ആൻഡ് തേർഡ് ഐ ഓഫ് ദി ബോഡി. ഈ 4 കാര്യങ്ങളും അതിനോട് ചേർന്നിട്ടുള്ള ചില കാര്യങ്ങളും ഇന്ന് നമുക്ക് ഉറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. while we sleep. ഉറക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? ഉറക്കം വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഉറങ്ങാറുണ്ട്. അങ്ങനെ ഉറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്.
സ്ലീപ്പ് ഈസ് ആൻ എസെൻഷ്യൽ ഫങ്ഷൻ അല്ലെ. ബോഡിയും മൈൻഡും റീചാർജ് ചെയ്യുവാൻ, ബ്രെയിൻ ഫങ്ഷൻ പ്രോപ്പറായി മാറുവാൻ ഉറക്കം അത്യാവശ്യമാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഉറങ്ങിയില്ലെങ്കിൽ, ഒന്ന് ഉറക്കം കുറഞ്ഞു പോയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ ഉറക്കം വളരെ അത്യാവശ്യമാണ്. എന്തിനൊക്കെയാണെന്ന് ചോദിച്ചാൽ, സ്ട്രെസ് റിഡക്ഷന് വേണ്ടി. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യൻ എന്ന നിലയിൽ, ഒരു സോഷ്യൽ ആനിമൽ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് നമ്മുടെ ഫീലിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഫീലിംഗ് ഇൻസ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ പലപ്പോഴും ഫീലിങ്സിനെ, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സ്ട്രെസ് റിഡക്ഷന് വേണ്ടി ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ സ്കിൻ ഹെൽത്തിന് ഇത് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടി ഇത് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ബോഡി ഇമേജ് ആൻഡ് ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യാൻ, അത് ഹോൾഡ് ചെയ്യാൻ, കീപ്പ് ചെയ്യാൻ എല്ലാം നമ്മൾ പലപ്പോഴും ഈ സ്ലീപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് തന്നെ സ്ലീപ്പ് വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതാണ് നമ്മളിവിടെ തിരിച്ചറിയുന്നത്. മെനി ബയോളജിക്കൽ പ്രോസസ് ഹാപ്പൻസ് ഡ്യൂറിങ് സ്ലീപ്പ്. പ്രത്യേകിച്ച് ബ്രെയിൻ സ്റ്റോർസ് ന്യൂ ഇൻഫർമേഷൻ. നമ്മുടെ പഴയ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ശേഖരിച്ച ഇൻഫർമേഷൻ എല്ലാം അത് സെക്കൻഡറി മെമ്മറിയിലേക്ക് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലോങ് ടൈം മെമ്മറിയിലേക്ക് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അത് കൃത്യമായി സൂക്ഷിച്ചു വെക്കും. ശരീരത്തിലുള്ള, ബ്രെയിനിലുള്ള പല ടോക്സിക് എലമെൻറ്റുകൾ, ബയോകെമിക്കൽ എലമെൻറ്റ്സ്, ബ്രെയിനിന് ആവശ്യമില്ലാത്തതെല്ലാം അതവിടുന്ന് റിമൂവ് ചെയ്യും. അതുപോലെ നെർവസ് സെൽസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കും, റീഓർഗനൈസ് ചെയ്യും, ബോഡി സെൽസ് റിപ്പയർ ചെയ്യും, നമ്മുടെ മസിൽസ്, ബോഡി ആസ് സച്ച്, അതുപോലെ ഹോർമോൺസ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ് എല്ലാം റിലീസ് ചെയ്യാൻ സഹായിക്കും. ഇങ്ങനെ അനേക ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ആദ്യമായി സ്ലീപ്പിനെ കുറിച്ചും റെം സ്ലീപ്പിനെ കുറിച്ചുമൊക്കെ പഠിപ്പിച്ചതും പഠിക്കുകയും ചെയ്തത് ആസ്നിക്കി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഡ്രീംസ് വ്യൂസ് ഡ്യൂറിങ് റെം സ്ലീപ്പ് ആൻഡ് സോ സിഗ്മണ്ട് ഫ്രോയിഡ് സ്റ്റേറ്റ്സ് ഡ്രീംസ് ആർ റോയൽ റോഡ് ടു അൺകോൺഷ്യസ്നസ്. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന ആ ഒരു ചിന്ത, നമുക്കറിയാം ഉറക്കത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, സുനിൽ സാർ പറഞ്ഞതുപോലെ, ഉറക്കിയാൽ സ്വപ്നം കാണാനുള്ള സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ആദ്യം യുഗനാണ് ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയെങ്കിലും സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന ഡ്രീംസ് ആർ റോയൽ റോഡ് ടു അൺകോൺഷ്യസ്. ഇത് നമുക്ക് റെമ്മിലേക്ക് ഒന്ന് നീങ്ങാം. റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്നാണ് റെം സ്ലീപ്പിനെ പറയുന്നത്. ആൻഡ് ദിസ് ഫേസ് ഓഫ് സ്ലീപ്പ് ഈ മാമൽസ് ആൻഡ് ബേർഡ്സ്, പ്രത്യേകിച്ച് മാമൽസിലും ബേർഡ്സിലും പ്രത്യേകിച്ച് ക്യാരക്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ലീപ്പാണ് റെം സ്ലീപ്പ്. പ്രത്യേകിച്ച് മനുഷ്യരിലും അത് വളരെ സഹജമാണ്. കൊച്ചുകുട്ടികൾ ഉറങ്ങുന്നത് ശ്രദ്ധിച്ചാൽ കൺപോള അല്ലെങ്കിൽ കൃഷ്ണമണി മാറുന്നതായിട്ട് നമുക്ക് കാണാം. The sleep occurs repeating periods in which body alternates between two distinct modes. രണ്ട് തരം മോഡിലാണ് നമ്മുടെ ഉറക്കത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് റെം സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്, അനദർ ഈസ് നോൺ റെം സ്ലീപ്പ്. എന്ന് വെച്ചാൽ റെം അല്ലാത്തതും റെം ആയിട്ടുള്ള രണ്ട് തരം സ്ലീപ്പുകൾ. ഇനി എന്താണ് റെം സ്ലീപ്പ് സംഭവിക്കുന്നത്, ആ സമയത്ത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇറ്റ് വെർച്വൽ പാരലൈസിസ് ഓഫ് ബോഡിയുടെ ഒരു തളർന്ന അവസ്ഥയിലേക്ക്, എന്നുവെച്ചാൽ മോട്ടോർ ഫങ്ഷൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ബോഡി വെർച്വലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, വെർച്വൽ പാരാലിസിസ് സ്റ്റേറ്റിലേക്ക് സാധാരണ ഈ റെം സ്ലീപ്പിൽ നമ്മുടെ ബോഡിയെ എത്തിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ റെം സ്ലീപ്പിന്റെ സമയത്താണ് ഡ്രീംസ് സംഭവിക്കുന്നത്. ആ ഡ്രീംസിനെ നമുക്ക് രണ്ട് തരത്തിൽ തിരിക്കാവുന്നതാണ്. ഫസ്റ്റ് പാർട്ട് അതിൻ്റെ ആക്ച്വൽ കണ്ടന്റ് ഓഫ് ദി ഡ്രീമും, സെക്കൻഡ് പാർട്ട് ദ ലേറ്റന്റ് കണ്ടന്റ് ഓഫ് ദി ഡ്രീമും. ഡ്രീമിനെ കുറിച്ച് ഒത്തിരി സ്റ്റഡികൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഡ്രീം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെളിച്ചത്തിൽ ഡ്രീം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചിരപരിചിതമാണ്. നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വപ്നത്തെക്കുറിച്ച് ഓർക്കുന്നതും കേൾക്കുന്നതുമെല്ലാം പലപ്പോഴും നമ്മളെ കൂടുതൽ സന്തോഷകരമായിട്ടും ദുഃഖകരമായ അവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട്. ഇത് നോക്കാം, മെയിൻ പർപ്പസ് ഓഫ് സ്ലീപ്പ്. എന്തിനാണ് നമ്മൾ ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ഉറങ്ങും, അല്ലേ?
ഉറക്കത്തിൻ്റെതായ കുറവുണ്ടെങ്കിൽ ഏത് സമയത്തും നമ്മൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രത്യേകമായ ചില കാര്യങ്ങൾ, അതൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ റീസ്റ്റോറേഷൻ ആണ്. ബ്രെയിൻ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബയോകെമിക്കൽ ഹൗസ് കീപ്പിംഗ്. ദാറ്റ് മീൻസ് റീപ്രൊഡക്ഷൻ ഓഫ് സെൽസ് ഇൻവോൾവ് ഇൻ ബ്രെയിൻ റിപ്പയർ. ബ്രെയിൻ റിപ്പയറിന്റെ സമയത്ത് സെൽസിന്റെ റീപ്രൊഡക്ഷൻ സാധ്യമാകുന്നത് ഈ പറയുന്ന ബ്രെയിൻ റീസ്റ്റോറേഷനോടുകൂടിയാണ്. അതുപോലെ തന്നെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് നമ്മുടെ ബ്രെയിനിലുള്ള ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസിനെ എല്ലാം റിമൂവ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നതും ഈ സ്ലീപ്പ് ടൈമിലാണ്. മറ്റൊരു ഫംഗ്ഷൻ മെമ്മറി കൺസോളിഡേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മൊബൈൽ ഫോൺ മെമ്മറി നിറഞ്ഞു പോയാൽ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട്. നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു ഫോൾഡറിലേക്ക് സൂക്ഷിച്ചു വെക്കും. നമുക്ക് വേണ്ടാത്തതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. ഇതുപോലെ തന്നെ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സകല കാര്യങ്ങളും കൃത്യമായി കൺസോളിഡേറ്റ് ചെയ്യുന്നത്, മെമ്മറി കൺസോളിഡേറ്റ് ചെയ്യുന്നത് ഉറക്കത്തിലാണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കാറില്ല. ഓർത്തിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്, പലപ്പോഴും അത് റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ച പല പാട്ടുകളും, കുട്ടിക്കാലത്ത് പഠിച്ച പല പാട്ടുകളും വളരെ കൃത്യമായിട്ട് ഇന്നും ഓർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആ പാട്ടുകൾ പല പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ചില സമയങ്ങളിൽ ഈ പാട്ടുകൾ നമ്മൾ ഇമോഷനോട്, അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ, എക്സ്പീരിയൻസുകൾ ചില ഇമോഷൻസോട് കൂടിയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ 10 വയസ്സിൽ താഴെയുള്ള നിങ്ങളുടെ ഓർമ്മകളെ കുറിച്ച് ഞാൻ ചോദിച്ചാൽ പലർക്കും ഓർമ്മയുണ്ടാകും. അങ്ങനെയുള്ള ഓർമ്മകൾ പലതും അതിനോട് കൂടി ചേർന്ന ഒരു ചെറിയ സംഭവം കാണും. അത് തീർച്ചയായും നമ്മളെ സ്പർശിക്കുന്ന ചില സംഭവങ്ങളായിരിക്കും. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ലോങ് ടൈം മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട്, അങ്ങനെ ലോങ് ടൈം മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഒരു ദിവസത്തെ ഓർമ്മകൾ, നമ്മൾ മുന്നോട്ട് പോയ ഓർമ്മകളുടെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ബ്രെയിൻ കണ്ടെത്തുന്ന സമയമാണ് ഉറക്കത്തിന്റെ സമയം. അതൊരു ടൈം ഡിപ്പെൻഡന്റ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം മെമ്മറിയിൽ കിട്ടുന്നതെല്ലാം ലോങ് ടൈം മെമ്മറിയിലേക്ക് അത് സൂക്ഷിച്ചു വെക്കും. തന്നെയുമല്ല, നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് ബ്രെയിനിലുള്ള ന്യൂറോൺസിന്റെ സെന്റർ, ന്യൂക്ലിയസുകളാണ്. അതിനെല്ലാം കറക്റ്റായിട്ട് ഓറിയന്റ് ചെയ്യുക, അല്ലെങ്കിൽ സിനാപ്റ്റിക് കണക്ഷൻസിനെ, അല്ലെങ്കിൽ ബ്രെയിനിന്റെ ന്യൂറോൺ പാത്വേയെ കൂടുതൽ റീഓറിയന്റ് ചെയ്യുന്ന സമയമാണ്. നമ്മൾ ഒരു കാര്യം ഒരേ ദിവസം പല പ്രാവശ്യം കേട്ടപ്പോൾ, നമ്മൾ കൊറോണ എന്നുള്ള ഒരു വാക്ക് കഴിഞ്ഞ 1 വർഷമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കൊറോണ എപ്പോൾ ചോദിച്ചാലും കൃത്യമായിട്ട് കൊറോണയെക്കുറിച്ച് ഓർക്കാൻ തക്ക വിധത്തിൽ അതിൻ്റെ സിനാപ്റ്റിക് കണക്ടിവിറ്റി വളരെ ഫീസിബിളായിട്ട് ബ്രെയിൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഡെയിലി നമ്മളത് കേൾക്കുകയാണ്. ഇതുപോലെ കൃത്യമായി കേൾക്കുന്ന ഓരോ കാര്യങ്ങളും അന്നന്നത്തേക്കുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കൺസോളിഡേറ്റ് വെക്കുന്ന സ്ഥലമാണ് മെമ്മറി. അതിനുള്ള സമയമാണ് സ്ലീപ്പ്. നൗ അനദർ ഏരിയ ഈസ് കോൾഡ് മെറ്റാബോളിക് ഹെൽത്ത്. മെറ്റാബോളിക് ഹെൽത്ത് എന്ന് വെച്ചാൽ, മെറ്റാബോളിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡാണ്. ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് ട്രാൻസ്ഫോം ചെയ്ത് എനർജിയാക്കി മാറ്റുന്ന ആ പ്രൊസീജിയർ, അതെല്ലാം ഈ രാത്രി സമയത്താണ് നടക്കുന്നത്. അങ്ങനെ ഈ 3 ഫങ്ഷൻസ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. അതല്ലാതെ കുറെ ഫങ്ഷൻസ് കൂടെ ഉണ്ട്. അതിലെ ഒന്നാമത്തെ ഫങ്ഷൻ റീസ്റ്റോറേറ്റീവ് ഫങ്ഷൻ ആണ്. ടിഷ്യൂ, മസിൽസ്, പ്രോട്ടീൻ സിന്തസിസ് ഇതെല്ലാം റിപ്പയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ എനർജി കൺസർവേഷൻ, മെറ്റാബോളിസത്തിൽ നിന്ന് എനർജി എക്സ്ട്രാക്ട് ചെയ്ത് വേണ്ട രീതിയിൽ അത് അലോക്കേറ്റ് ചെയ്യുക. അതുപോലെ ഇമ്മ്യൂൺ ഫങ്ഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ സമയമാണ്. കൊറോണയ്ക്ക് ഏറ്റവും ബെസ്റ്റ് പ്രതിവിധി എന്ന് പറയുന്നത് സ്ലീപ്പ്, നല്ലവണ്ണം ഉറങ്ങുക എന്നുള്ളതാണ്. ശരീരത്തിന് ടയേർഡ്നെസ് ഇല്ലാത്ത രീതിയിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇമ്മ്യൂൺ ഫങ്ഷൻ റെഗുലേഷൻ, ദാറ്റ് ഈസ് സ്ലീപ്പ് എൻഹാൻസസ് ഇമ്മ്യൂണിറ്റി. ആൻഡ് ഓണ്ടോജെനറ്റിക് ഹൈപ്പോത്തസിസ്, ദാറ്റ് മീൻസ് ബ്രെയിൻ
മെച്ചുറേഷൻ ഡ്യൂറിങ് ഇൻഫാൻസി. കുട്ടികളുടെ സമയത്ത്, കുട്ടികളായിരിക്കുന്ന സമയത്ത് ബ്രെയിനിന്റെ വളർച്ച വളരെ കൂടുതലാണ്. ആ സമയത്ത് ബ്രെയിനിന്റെ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ശക്തമാക്കി കൊണ്ടുവരിക. ആൻഡ് അനദർ ഈസ് മെമ്മറി കൺസോളിഡേഷൻ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇൻക്ലൂഡിങ് നാപ്സ്, ഉറക്കത്തിന്റെ ഇടവേളകളും അതിന് ഇമ്പോർട്ടൻസ്. അതുപോലെ സിനാപ്റ്റിക് ഹോമോസ്റ്റാറ്റ്സ്, ദർ ഇസ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റെബിലിറ്റി നിലനിർത്തുന്ന, നമ്മുടെ ബാലൻസ് നിലനിർത്തുന്ന ഒരു സിസ്റ്റം. ഇങ്ങനെ പല രീതിയിലാണ് സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഉറക്കം നമ്മളെ സഹായിക്കുന്ന പല രീതികൾ. നമ്മൾ സുഖകരമായി ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ചില മേജർ മെറ്റാബോളിക് വേസ്റ്റുകൾ. മെറ്റാബോളിക് വേസ്റ്റുകൾ എന്ന് വെച്ചാൽ, മെറ്റാബോളിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഫുഡ് ഡൈജസ്റ്റീവ് ആ പ്രോസസ്സിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളാണ്. അതിൽ നമുക്കറിയാം, ഫുഡ് മാത്രമല്ല, സെല്ലുലാർ റെസ്പിറേഷൻ്റെ സമയത്ത് ഓക്സിജൻ ഉണ്ടാകും. അതുപോലെ സെല്ലുലാർ റെസ്പിറേഷൻ ആൻഡ് ഡീഹൈഡ്രേഷൻ്റെ സിന്തസിസിൻ്റെ സമയത്ത് വാട്ടർ ഉണ്ടാകും. അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് നൈട്രജൻ കോമ്പൗണ്ട്സ് ഉണ്ടാകും. അതുപോലെ മിനറൽ സോൾട്ടുകൾ ഉണ്ടാകും. ഇതെല്ലാം കറക്റ്റായിട്ട് എന്താ പറയുന്നത്, വേസ്റ്റ് പ്രൊസീജിയർ ചെയ്യുന്ന സമയവും കൃത്യമായിട്ടും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്യുന്ന സമയം എന്ന് പറയുന്നതും നൈറ്റ് ടൈം, ഉറക്കത്തിന്റെ സമയത്താണ്. ഇനി ഉറക്കത്തെ നമുക്ക് ഇങ്ങനെ 4 ആക്കി തിരിക്കാം. 90 മിനിറ്റ് അല്ലെങ്കിൽ 120 മിനിറ്റുള്ള ഒരു ഉറക്കത്തിന്റെ സൈക്കിൾ. ഇങ്ങനത്തെ 4ഓ 5ഓ സൈക്കിൾ ചേർന്നിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. നമ്മൾ കിടക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു എന്നിരിക്കലും യഥാർത്ഥത്തിൽ നമ്മൾ ഉറങ്ങുന്നത് ഇതുപോലുള്ള 4ഓ 5ഓ സൈക്കിളിന്റെ തുടർച്ചയായിട്ടാണ്. 4ഓ 5ഓ സമയത്തിന്റെ ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് അത് 4 ആകാം, 5 ആകാം. അതിൽ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ ലൈറ്റ് ട്രാൻസിഷണൽ സ്ലീപ്പ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു സമയം, ആ സമയത്ത് ഉറക്കത്തിന്റെ ആ ഡൗസിനെസ്സോട് കൂടി സ്ലീപ്പിലേക്ക് തുടങ്ങുന്ന സമയം. നെക്സ്റ്റ് സ്റ്റേജ് 2 ആണ്. അതെന്ന് പറയുന്നത് മോർ സ്റ്റേബിൾ സ്ലീപ്പാണ്. കെമിക്കൽ ബ്ലോക്സ് ഇൻ സെൻസസ് മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു വേക്ക്. വെച്ചാൽ നമ്മൾ വീണ്ടും എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പല ഫങ്ഷൻസും, പ്രത്യേകിച്ച് കെമിക്കൽസ് എല്ലാം ആക്ടിവേറ്റഡ് ആയി നമ്മൾ വീണ്ടും എഴുന്നേൽക്കാതിരിക്കാനുള്ള ഒരു, എന്ന് വെച്ചാൽ ബോഡിലി അല്ലെങ്കിൽ ബ്രെയിൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ വീണ്ടും എഴുന്നേൽക്കരുത്. ഉറക്കത്തിന്റെ സമയമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതാണ്, നമ്മൾ ഉറങ്ങുമ്പോൾ പലരും നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് വെരി ലേറ്റ്, എന്ന് വെച്ചാൽ 3 മണി 4 മണിയാകുമ്പോൾ കിടക്കും, എന്നിട്ട് വളരെ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുകയാണ്. ആ സമയങ്ങളിൽ നമ്മൾ വിളിച്ചെഴുന്നേൽപ്പിക്കും. വിളിച്ചെഴുന്നേൽക്കുമ്പോൾ ഈ കണക്ടിവിറ്റി എല്ലാം ഡിസ്കണക്റ്റഡ് ആയി പോകും. അവരുടെ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആകും, അല്ലെങ്കിൽ സ്ലീപ്പിൽ ലോസ് ഉണ്ടാകും. അപ്പോൾ സ്റ്റേജ് 3 ഈസ് മോർ സ്റ്റേബിൾ സ്ലീപ്പ്. ആ സമയത്ത് ബോഡി വിൽഫുൾ ആയിട്ട് കെമിക്കൽസിനെ എല്ലാം ബ്ലോക്ക് ചെയ്തു, നമ്മൾ എഴുന്നേൽക്കാനുള്ള എല്ലാ സാധ്യതകളും അത് അടച്ചു കളയും. തന്നെയുമല്ല, ആ സമയത്ത് നടക്കുന്ന ബോഡി റിപ്പയർ ടിഷ്യൂസ്, ബിൽഡ്സ് ബോൺ ആൻഡ് മസിൽസ് ആൻഡ് സ്ട്രെങ്തൻ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഫങ്ഷൻസും സ്റ്റേജ് 2 to 3 സ്റ്റേജിലാണ് നടക്കുന്നത്. ദെൻ സ്റ്റേജ് 3യിൽ നടക്കുന്നത് ഡീപ്പ് സ്ലീപ്പാണ്. ആ സ്ലീപ്പിൽ സംഭവിക്കുന്ന ഗ്രോത്ത് ഹോർമോൺസ് റിലീസ് ചെയ്യാണ്. നമുക്കറിയാം, ഗ്രോത്ത് ഹോർമോൺസ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കുട്ടികൾക്കാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ ഹോർമോൺസിനെ റിലീസ് ചെയ്യുക, ഗ്രോത്ത് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്ന സിസ്റ്റമാണ് സ്റ്റേജ് 3 എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ഈസ് കോൾഡ് റെം സ്ലീപ്പ് ഓർ കോൾഡ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. ആ സമയത്ത് കണ്ണിന്റെ കൃഷ്ണമണി റെറ്റിന ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്സ് ഉള്ളതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാം. കൊച്ചുകുട്ടികളെ ശ്രദ്ധിച്ചാൽ കാണാം. അപ്പൊ ഇത് റീവിറ്റലൈസിങ് മെമ്മറിയാണ്, ഒരു ഇന്ത്യൻ സ്ട്രീം ടൈമാണത്. തന്നെയുമല്ല, ഈ സമയത്താണ് ശരിക്കും മെമ്മറിയുടെ ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത്. മെമ്മറി ചെയ്യുക, അല്ലെങ്കിൽ ബ്രെയിൻ ഫങ്ഷൻസ്, നമ്മൾ ആദ്യം പറഞ്ഞ 2 മെമ്മറി കൺസോളിഡേഷൻ, അതുപോലെ തന്നെ ബ്രെയിൻ റീസ്റ്റോറേഷൻ പ്രോസസ്സുകളെല്ലാം റെം സ്ലീപ്പിലാണ് സംഭവിക്കുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സ്ലീപ്പിനെ കുറിച്ചുള്ള ഒരു ഐഡിയ. റെം സ്ലീപ്പ് കുറഞ്ഞാൽ പലപ്പോഴും ക്രോണിക് ആയിട്ടുള്ള സ്ലീപ്പ് ഡിപ്രൈവേഷന് സാധ്യതയുണ്ട്. കാരണം ഉറക്കക്കുറവ് വന്നു കഴിഞ്ഞാൽ, സ്ലീപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ ഒത്തിരിയും അസുഖങ്ങൾ ഉണ്ടാകാം. ഡിമെൻഷ്യ, ഡിപ്രഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, മൈഗ്രെയിൻസ്, ഡയബറ്റിക്സ്, ഒബസിറ്റി, ഇങ്ങനെയുള്ള വളരെ സിവിയർ ആയിട്ടുള്ള പല രോഗങ്ങൾക്കും കാരണമാകുന്നതായി ശാസ്ത്രം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് സൈക്കിൾസ് എന്ന് പറയുന്നത്, സ്ലീപ്പ് സൈക്കിൾസ് എന്ന് പറയും. ഇതിൽ ഒരു സൈക്കിളിൽ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 ഇങ്ങനെ 4 സ്റ്റേജുകളുണ്ട്. അപ്പോൾ എവേക്കിൽ നിന്ന് സ്റ്റേജ് 1ലേക്ക് പോകും, 2ൽ പോകും, 3ൽ പോകും, 4ൽ പോകും. അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആകണമെങ്കിൽ ഈ സ്റ്റേജ് 4ൽ നിന്ന് വീണ്ടും അത് റെം എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തണം. അപ്പോൾ ഒരു സൈക്കിളിൽ 1, 2, 3, 4, 3, 2 റെം, ഇങ്ങനെ ഒരു സൈക്കിളാണ്. ഇതിന് ഏകദേശം 90 to 120 മിനിറ്റ്സ് എടുക്കും. ഇറ്റ് വേരീസ്.
ആദ്യത്തെ സൈക്കിളുകൾ ലോങ് സൈക്കിൾസ് ആയിരിക്കും. അതിനുശേഷം ഉണ്ടാകുന്ന സൈക്കിൾസ് എല്ലാം റെഡ്യൂസ്ഡ് സൈക്കിൾസ് ആയിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അവസാനം ആകുമ്പോഴത്തേക്കും സ്റ്റേജ് 4 ഇല്ല, സ്റ്റേജ് 3യും ഇല്ല, സ്റ്റേജ് 1ലും 2ലും എന്ന് വെച്ചാൽ റം സ്റ്റേജുകളിലായിരിക്കും കൂടുതൽ നടക്കുന്നത്. ഈ സമയത്താണ് നമ്മുടെ ബ്രെയിൻ, മെമ്മറി, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കം പ്രോപ്പർ ആകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ റം സ്ലീപ്പ് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുന്നില്ല, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് നമുക്ക് പ്രോപ്പറായി കിട്ടുന്നില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം. അത് സ്ലീപ്പ് ഡിപ്രൈവേഷനിലേക്ക് നമ്മളെ നയിക്കാം. അതുകൊണ്ട് ഡ്യൂറേഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. 5 മണിക്കൂറും 6 മണിക്കൂറും 7 മണിക്കൂറും 7 മണിക്കൂർ എന്നൊക്കെ ഉള്ള സമയം 7 to 8 hours ആണ് നമ്മൾ ഉറങ്ങേണ്ടത്. ആ സമയത്ത് ഉറങ്ങുന്നില്ല എങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരുപക്ഷെ നമ്മൾ മറ്റ് പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, ഇതാണ് സൈക്കിൾസ്. ഇതിലത്തെ 4 or 5 സൈക്കിൾസ് ചേർന്നിട്ടാണ് നമ്മളുടെ ഒരു ദിവസത്തെ സ്ലീപ്പ് എന്ന് പറയുന്നത്. ഇനി റം സ്ലീപ്പിനെ കുറിച്ച് നമ്മൾ ഒന്നും കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ, റം സ്ലീപ്പിന് കോർട്ടെക്സ് എന്ന് വെച്ചാൽ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് കോർട്ടെക്സിൽ നിന്ന് ബ്രെയിൻ സ്റ്റെം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് ടെമ്പറേച്ചർ, ബ്ലഡ് സർക്കുലേഷൻ, അതുപോലെ തന്നെ റെസ്പിറേഷൻ, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും, ടെമ്പറേച്ചർ കൺട്രോൾ, പ്രഷർ കൺട്രോൾ, ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ബ്രെയിൻ സ്റ്റെം ആണ്. ആ ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് റം സ്ലീപ്പിലും തുടരും. ഒരു ശരീരത്തിന് വേണ്ട ഏറ്റവും നെസസറി ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് നടക്കും റം സ്ലീപ്പിൽ. എന്നാൽ മറ്റു ചില ആക്ടിവിറ്റികൾ ബ്ലോക്ക് ചെയ്യും. ദാറ്റ് മീൻസ് ബ്ലോക്കേഡ് ഓഫ് മോട്ടോർ ആക്ടിവിറ്റീസ്. നമ്മൾ എഴുന്നേറ്റ് നടക്കുക, ചലിക്കുക, മാക്സിമം നമുക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാമെന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും, മോട്ടോർ ആക്ടിവിറ്റീസും ബ്ലോക്ക് ചെയ്യും. നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കും, ചെവികൾ കേൾക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയില്ല. പക്ഷെ ചില ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ നമ്മളിതെല്ലാം തരണം ചെയ്യുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ മറ്റൊരു പ്രോസസ്സും കൂടെ നടക്കുന്നുണ്ട്, ഡ്രീമിംഗ് ആണ്. സ്വിച്ചിങ് ആസ് എപ്പിഫിനോമിനൻ, ദാറ്റ് ഈസ് എപ്പിഫിനോമിനൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് ഡ്രീമിംഗ്. ആ ഡ്രീമിംഗ് ആക്ടിവിറ്റീസും കൂടെ ആ സമയത്ത് നടക്കുക. അതുകൊണ്ട് റം സ്ലീപ്പ് ഡ്രീം പറ്റിയ സമയമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇഷ്ടമുള്ളതോ ഇഷ്ടമല്ലാത്ത ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണുന്നവരാണ്. അത് നടക്കുന്നതും ഈ റം സ്ലീപ്പിലാണ്. എന്നാൽ ചില കേസുകളിൽ റം ബിഹേവിയർ ഡിസോർഡർ സംഭവിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഈ റം സ്ലീപ്പിൽ നമ്മൾ സ്വപ്നം കാണും, ബ്രെയിൻ സ്റ്റെം ആക്ടിവിറ്റീസ് അതുപോലെ നിൽക്കും, പക്ഷെ ബ്ലോക്കേഡ് ഓഫ് മോട്ടോർ ആക്ടിവിറ്റീസ് സംഭവിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ കിടക്കുന്ന ആളെ ചവിട്ടി താഴെ ചാടിക്കുക, ഇല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നൊരു ഇടി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ പ്രത്യേകിച്ച് കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിച്ചു കാണും. കുട്ടികൾക്ക് ഇങ്ങനെയുണ്ട്, കളിക്കുന്നത് പോലെയും വർത്തമാനം പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇങ്ങനെ, ഇതൊരു ഡിസോർഡർ അല്ല, അതൊരു ആ പ്രായത്തിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ വലുതായ പ്രായത്തിൽ, പ്രായം കൂടിയ ആളുകൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, സോ വി കോൾ ഇറ്റ് ആസ് റം ബിഹേവിയർ ഡിസോർഡർ. അവിടെ ചില എക്സാജറേറ്റഡ് പ്രോസസ്സുകൾ, ഡ്രീം എനാക്ട്മെന്റ് എന്ന് പറയും. ഡ്രീം എനാക്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് തന്നെ നമുക്ക് ഓക്കൽ സൗണ്ടുകൾ പുറപ്പെടുവിക്കാം, സഡൻ ആയിട്ടുള്ള ചില വയലന്റ് ആം ലെഗ് മൂവ്മെന്റ്സ് സംഭവിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അതൊരു ഡിസോർഡർ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ്, നമ്മുടെ EEG റെക്കോർഡിങ്ങിൽ കൂടെ നമ്മൾ സ്ലീപ്പിനെ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് ഓരോ സ്റ്റേജുകളിലും അതിൻ്റെ തനതായ ഫ്രീക്വൻസികൾ കാണാം. നമ്മുടെ ബോഡി സ്ലീപ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസി വൈബ്രേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തത് എവൈക്ക് സ്റ്റേറ്റിലാണ്. എവൈക്ക് സ്റ്റേറ്റിൽ, ആ സ്റ്റേറ്റ് നമ്മൾ ബീറ്റ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ബീറ്റ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ 15 to 30 ഹെർട്സിലാണ് നമ്മുടെ ഫ്രീക്വൻസി ആ സമയത്ത് ഉള്ളത്. ആ സമയം നമ്മൾ വേക്കപ്പ് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ എവേക്കൻ സ്റ്റേറ്റ് ആണ്, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയമാണ്. അതിൽ നിന്ന് സ്റ്റേജ് 1ലേക്ക് പോകുന്ന ആ പൊസിഷൻ, സ്റ്റേജ് 1നെ നമ്മൾ ആൽഫ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതിന് നോൺ റം സ്റ്റേറ്റ് ആണ്. അതിൻ്റെ ഫ്രീക്വൻസി ലൈറ്റ് ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ ലൈറ്റ് സ്ലീപ്പിലേക്ക് പോകുന്ന സമയമാണ്. അതിൻ്റെ ഫ്രീക്വൻസി 9 to 14 ഹെർട്സ് ആണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമുക്ക് കേട്ടിട്ടുണ്ട് വേർഡ് ഹാവ് പവർ, വേർഡ് ഹാസ് പവർ. ഈ വേർഡിന്റെ ശക്തി, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളുടെ ശക്തി കൃത്യമായി ഫലപ്രദമാക്കുന്ന ഒരു സ്റ്റേജാണ് ബീറ്റയിൽ നിന്ന് ആൽഫയിലേക്ക് പോകുന്ന സ്റ്റേജ്. എന്ന് വെച്ചാൽ ട്രാൻസ് സ്റ്റേറ്റ് എന്നോ ഹിപ്നോസിസ് സ്റ്റേറ്റ് എന്നോ ഒക്കെ നമുക്ക് പറയാം. നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന സമയമാണ് ട്രാൻസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്.
ദാറ്റ് മീൻസ് ബീറ്റയിൽ നിന്ന് ആൽഫയിലേക്ക് പോകുന്ന സമയത്ത്, നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി പോസിറ്റീവ് സജഷൻസ് അല്ലെങ്കിൽ അഫർമേഷൻസ് കൊടുക്കാൻ പറ്റുന്ന സമയമാണ്. ഈ സമയം കൊടുക്കുന്ന അഫർമേഷൻ നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് പോകുന്നത്. അതല്ലാതെ നമ്മൾ എത്ര പ്രാവശ്യം കുട്ടികളെ ഗുണദോഷിച്ചാലും വഴക്ക് പറഞ്ഞാലും എന്ത് നല്ല കാര്യം പറഞ്ഞാലും എല്ലാം അവർക്ക് പോകുന്നത് കോൺഷ്യസ് മൈൻഡിലേക്കാണ്. അപ്പോൾ എപ്പോഴൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഡൗൺ ആകുന്നു, അപ്പോഴെല്ലാം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. അവിടുന്ന് കിട്ടുന്ന റിപ്ലൈ അനുസരിച്ച് അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന മെസ്സേജ് അനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കീപ്പ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് ചൈൽഡ് സ്റ്റേജിനെ കുറിച്ച് 7 വയസ്സും 6 വയസ്സും താഴെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന തലയിലെഴുത്തുകൾ പലപ്പോഴും നെഗറ്റീവായിരിക്കും. അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഈ തലയിലെഴുത്തുകളെ നമ്മൾ ആശ്രയിക്കേണ്ടി വന്നാൽ പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രശ്നമുണ്ടാകും. അങ്ങനെയുള്ള ആ സ്റ്റേജാണ് ബീറ്റ ടു ആൽഫ. നമ്മുടെ വേർഡിന് പവർ ഉണ്ട്, നമ്മുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ട് തെളിയിക്കുന്ന ഒരു സ്റ്റേജാണ് അത്. പ്രത്യേകിച്ച് സെൽഫ് ഹിപ്നോസിസിലൊക്കെ വളരെ കൃത്യമായിട്ട് ഈ സ്റ്റേജിലാണ് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് ഈസ് കോൾഡ് സ്റ്റേജ് 2. അത് നോൺ റെം ആണ്, ഈ കോൾഡ് ആസ് തീറ്റ. അവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 to 8 ആണ്. ഡീപ്പ് സ്ലീപ്പിലേക്ക് വഴുതി വീഴുന്ന സമയമാണത്. ആ സമയത്ത് സ്ലീപ്പ് സ്പിൻഡിൽസോ അല്ലെങ്കിൽ കെ കോംപ്ലക്സോ എന്ന് പറയുന്ന വൈബ്രേഷൻസ്, അത് ശരിക്കും ബ്രെയിൻ വൈബ്രേഷൻസ് ആണ്, തലാമസിൽ നിന്ന് കിട്ടുന്ന വൈബ്രേഷൻസ് ആണ്. അത് നാച്ചുറൽ ആണ്, അതൊരു പ്രോബ്ലം സൃഷ്ടിക്കുന്നതല്ല. എങ്കിലും അത് EEGയിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇലക്ട്രോ കാർഡിയോഗ്രാം ECG ഒക്കെ എടുക്കുമ്പോൾ കാണുന്ന വേരിയേഷൻസ് പോലെ ചില വേരിയേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സ്റ്റേജ് 3-ല് ദർ ഇസ് ഓൾസോ നോൺ റെം, ഇസ് കോൾഡ് ഡെൽറ്റ സ്റ്റേജ്. വെരി ഡീപ്പ് സ്ലീപ്പ് ആണ്, ഫ്രീക്വൻസീസ് 1 to 3. ആ സമയത്ത് വേരിയേഷൻസ് കാണുന്നുണ്ട്. അതേസമയം റെം സ്ലീപ്പ് അതിനുശേഷം വരുന്നതാണ്. റെം സ്ലീപ്പ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് ടൈമാണത്. ഇങ്ങനെയാണ് നമ്മൾ സ്ലീപ്പിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും അതിന് തനതായ ഫ്രീക്വൻസിയുണ്ട്, ആ ഫ്രീക്വൻസിയിലായിരിക്കും നമ്മൾ ആയിരിക്കുന്നത്. കുട്ടികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 20 മണിക്കൂറും ഉറങ്ങുന്ന സ്വഭാവമാണ് കുട്ടികൾക്കുള്ളത്. ഓസ്വാൾഡ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് കൃത്യമായിട്ട് പറയുന്ന 50% സ്ലീപ്പും സാധാരണ റെം സ്ലീപ്പ്, കുട്ടികളെ സംബന്ധിച്ചോളം റെം സ്ലീപ്പാണ്. കാരണം നമുക്കറിയാം ബ്രെയിൻ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള സമയമാണ് കുട്ടിക്കാലം. ഒരു വർഷം കൊണ്ട് സൈസ് ഡബിൾ ആകുന്ന അത്രമാത്രം വളർച്ചാ ശേഷിയുണ്ട്. ആ സമയത്തൊക്കെ ബ്രെയിൻ മിക്കവാറും ഒക്കെ അൺഫിൽഡ് ആണ്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും വിത്ത് ഇമോഷൻസ്, അറിഞ്ഞും അറിയാതെയും കേട്ടും കേൾക്കാതെയും എക്സ്പീരിയൻസ് അല്ലാത്തതും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസും എല്ലാം കൃത്യമായി ബ്രെയിനിൽ സൂക്ഷിച്ചു വെക്കാനുള്ള കപ്പാസിറ്റിയും ആഗ്രഹവും ഇൻക്വിസിറ്റീവുമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്കം കൂടുതൽ കിട്ടുന്നതോറും കുട്ടികളുടെ വളർച്ച കൂടുതൽ. നമുക്കറിയാം ബ്രെയിൻ അല്ലെങ്കിൽ ബോഡിക്കുള്ള ഗ്രോത്ത് ഹോർമോൺസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഉറങ്ങുന്ന സമയത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ 50% സ്ലീപ്പും റെം സ്ലീപ്പാണ്. 20 hours കൂടുതൽ കുട്ടികൾ ഉറങ്ങും. റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓക്കേഴ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ, സോ ഇൻക്രീസ്ഡ് റെം വുഡ് അലൗ ദ ഗ്രോത്ത് ടു ഹാപ്പൻ. അപ്പോൾ ഗ്രോത്ത് സംഭവിക്കണമെങ്കിൽ ഈ റെം സ്ലീപ്പ്, അതുകൊണ്ട് കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഒച്ച വയ്ക്കുന്ന നമുക്കറിയാം, കൊച്ചുങ്ങൾ നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ പറയും, TV വെക്കുമ്പോൾ പറയും, സൗണ്ട് കേൾക്കുമ്പോൾ കുട്ടികൾ ഞെട്ടി എഴുന്നേക്കാനുള്ള സാധ്യതയുണ്ട്. റെം സ്ലീപ്പ് അവിടെ ഡിസ്റ്റർബ്ഡ് ആകും എന്ന് നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചു കാണും. ഇനി റെം സ്ലീപ്പിന്റെ ഏജിനെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം 50% റെം സ്ലീപ്പാണ്. അഡോളസൻസിലേക്ക് എത്തുമ്പോൾ 25% റെം സ്ലീപ്പാണ്. അഡൽട്ടിലേക്ക് വരുമ്പോൾ 20, അതുപോലെ ഓൾഡർ അഡൽട്ടിലേക്ക് വരുമ്പോൾ 20. ദാറ്റ് ഡിക്ലൈനിങ് ആണ്. പ്രായമാകുന്തോറും ഈ റെം സ്ലീപ്പ്, കാരണം ബ്രെയിൻ്റെ ഫങ്ഷൻസിനൊക്കെ കുറച്ചൊരു സ്റ്റെബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു സാച്ചുറേഷൻ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അത് ഡിക്ലൈനിങ് ആയിട്ട് നമുക്ക് കാണാം. അതുപോലെ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ significantly shorter stage 1 and REM. എപ്പോഴും റമ്മും അതുപോലെ സ്റ്റേജ് 1 കുറവായിരിക്കും ഡ്യൂറിങ് ദ നൈറ്റ് ടൈംസ്. REM is the 5th stage of the sleep. It should be individual proceed in order in the cycle throughout the night. REM sleep also has significant longer for women than men. സ്ത്രീകളെ സംബന്ധിച്ചോളം REM സ്ലീപ്പ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ നോൺ റാപ്പിഡ് മൊമെന്റും അല്ലെങ്കിൽ നോൺ റെമ്മും അതുപോലെ സ്റ്റേജ് 1 സ്ത്രീകളെ സംബന്ധിച്ചോളം വളരെ കുറവായിരിക്കും. അപ്പോൾ റെമ്മിനെ സംബന്ധിച്ചോളം സ്ത്രീകൾക്ക് കമ്പാരിറ്റീവ്ലി ആണുങ്ങളെക്കാൾ കൂടുതലായിരിക്കും റെം സ്ലീപ്പിന്റെ ഡ്യൂറേഷൻ. പിന്നെ ഒരു ഐഡിയൽ ടൈം വേണമെങ്കിൽ നമുക്കിങ്ങനെ അനലൈസ് ചെയ്യാം. 11:30 ബെഡ് ടൈം, രാവിലെ 7:15 എഴുന്നേൽക്കുന്നു, ഏകദേശം 6 മണിക്കൂർ 38 മിനിറ്റ് നേരമാണ് സ്ലീപ്പിനുള്ള സമയം കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ 21% റെം സ്ലീപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ 52% ലൈറ്റ് സ്ലീപ്പും ആയിരിക്കും.
15% ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കും. ഇതാണ് ഒരു നോർമൽ പാറ്റേൺ എന്ന് പറയുന്നത്. സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചോളം ഉറക്കത്തിന്റെ അളവ് കൂടുതൽ വേണമെന്നാണ് സയൻസ് പഠിപ്പിക്കുന്നത്. അതിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, വിമൻസിന്റെ ബ്രെയിൻ വയർഡ് ഡിഫറെന്റ്, സ്പെഷ്യൽ വയറിംഗ് ആണ് അവർക്കുള്ളത്. സോ ദർ സ്ലീപ്പ് നീഡ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ when sense to multitasking ഇഫക്റ്റ് കൂടുക. നമുക്കറിയാം സ്ത്രീകളുടെ സംസാരം പുരുഷന്മാരെക്കാൾ വളരെയധികമാണ്, തൗസൻഡ്സ് ഓഫ് റേഞ്ചിൽ കൂടുതലാണ്. അവർ കൂടുതൽ സംസാരിക്കാനുള്ള ടെൻഡൻസി. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻഫർമേഷൻസ് ബ്രെയിനിൽ കൺസോളിഡേറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെ സ്ലീപ്പിന്റെ ആ നീഡും വളരെ കൂടുതലാണ്. തീർച്ചയായും 20 മിനിറ്റ്സിൽ കൂടുതലായിരിക്കും വിമൻസ് മെന്നേക്കാളും കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം സ്ലീപ്പ് എടുക്കുമ്പോൾ ഏകദേശം 21% റെം സ്ലീപ്പ് ആയിരിക്കും, 52% ലൈറ്റ് സ്ലീപ്പ് ആയിരിക്കും, ആൻഡ് ഡീപ് സ്ലീപ്പ് ഈസ് നിയർലി 15%. ഇതൊരു ഐഡിയൽ ടൈം ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. Now we have some other topics behind this sleep. അതിൽ ഒന്നാമത്തെ പോയിന്റ് സർക്കാഡിയൻ റിതമാണ്. Then another point is biological clock. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. And another is homeostat or stable internal state. സ്ലീപ്പ് സൈക്കിൾ, സ്ലീപ്പ് വേക്കപ്പ് സൈക്കിൾ കടന്നു പോകുമ്പോൾ നമ്മൾ സർക്കാഡിയൻ ആൻഡ് ഹോമിയോസ്റ്റാറ്റ് ഇങ്ങനെ രണ്ട് കൺസെപ്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്കിനെ കുറിച്ചും കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉറക്ക സമയത്ത് എന്താണ് നടക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഉറക്കത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരുന്നാലും കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിനിന് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റർ ഉണ്ട്. ദാറ്റ് സെന്റർ വി കോൾഡ് ആസ് സുപ്രാചിയാസ്മാറ്റിക് ന്യൂക്ലിയസ്, SCN എന്ന് പറയും. നമ്മുടെ കണ്ണിന് രണ്ട് തരം ഫങ്ഷൻസ് ഉണ്ട്. കണ്ണിന്റെ ഒന്നാമത്തെ ഫങ്ഷൻ, കണ്ണ് തുറന്നിരിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളെല്ലാം നേരെ അത് വിഷ്വൽ കോർട്ടക്സിൽ കൊണ്ടുപോകും. ആ വിഷ്വൽ കോർട്ടക്സിൽ വെച്ച് അനലൈസ് ചെയ്യും. അങ്ങനെ എന്താണ് നമ്മൾ കണ്ടതെന്ന് തലാമസിലൂടെയും ഹൈപ്പോ തലാമസിലൂടെയും എല്ലാം കൃത്യമായി നമുക്ക് സെൻസിറ്റിവിറ്റി തരും, നമുക്ക് മോട്ടോർ ഫംഗ്ഷനിലേക്ക് നയിക്കും. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നോൺ വിഷ്വൽ ആണ്. കണ്ണ് കാണാതിരിക്കുമ്പോൾ നമുക്കറിയാം, അന്ധനായ ഒരു വ്യക്തി, ബ്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തി, എങ്ങനെയാണ് അദ്ദേഹം കൃത്യമായി ഉറങ്ങുകയും ഉറങ്ങാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ബോഡിയെ കൃത്യമായിട്ട് സെൻസ് ചെയ്യുന്ന, രാത്രിയും പകലും കൃത്യമായി സെൻസ് ചെയ്യിക്കുന്ന മറ്റൊരു ഭാഗം ഇറ്റ്സ് കോൾഡ് എ നോൺ വിഷ്വൽ കമ്പോണന്റ്. ആ കമ്പോണന്റ്, അതിനാണ് നമ്മൾ പറയുന്നത് സുപ്രാചിയാസ്മാറ്റിക് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിലേക്ക് നമ്മുടെ റെറ്റിനയിൽ നിന്ന് ലൈറ്റ് ഡാർക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ അത് പീനൽ ഗ്ലാൻഡിലെത്തി മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ ഡെവലപ്പ് ചെയ്യും. ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മളെ ഉറങ്ങാൻ അനുവദിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഹോർമോണാണ്. അപ്പോൾ കണ്ണ് തുറന്നിരുന്നാലും തുറന്നിരുന്നില്ലെങ്കിലും കൃത്യമായിട്ട് നമ്മളുടെ ഉറക്കത്തിന്റെ ദിനചര്യകളിലേക്ക് നയിക്കുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പറയുന്നത് സർക്കാഡിയൻ റിതം എന്ന് പറയുന്നത്. ഇതിനെ നമ്മളെ സഹായിക്കുന്നത് ഒന്ന് പീനൽ ഗ്ലാൻഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന മെലാറ്റോണിനും, രണ്ട് സുപ്രാചിയാസ്മാറ്റിക് ന്യൂക്ലിയസ് എന്ന നോൺ വിഷ്വൽ കമ്പോണന്റിനെ കണക്ട് ചെയ്യുന്ന തലാമസ്, ഹൈപ്പോ തലാമസിലുള്ള ഒരു സ്പെഷ്യൽ മെമ്മറി ഏരിയയുമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സർക്കാഡിയൻ റിതത്തെ നമുക്ക് ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യാം. രാത്രി മിഡ് നൈറ്റ് മുതൽ 12 മണി വരെയുള്ള സമയത്തെ ഇങ്ങനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ 12 മണിക്ക് ശേഷമുള്ള റീസ്റ്റോറേറ്റീവ് സ്ലീപ്പ് എന്ന് പറയും, വീണ്ടും ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയും. ദെൻ വെളുപ്പാങ്കാലത്ത് ഒരു 3 to 6 സമയങ്ങളിൽ നമുക്ക് സംഭവിക്കുന്നത് റെം സ്ലീപ്പുകളായിരിക്കും. നമ്മൾ ആ റെം സൈക്കിൾ അല്ലെങ്കിൽ സ്ലീപ്പ് സൈക്കിളിൽ കണ്ടിരുന്നു. അവസാനത്തുള്ള സൈക്കിൾസ് എല്ലാം റെം സ്ലീപ്പുകളാണ്. ദെൻ നേരം വെളുത്ത് കഴിയുമ്പോൾ മെലാറ്റോണിൻ റിലീസസ് സ്റ്റോപ്പ് ചെയ്യും. ദെൻ സ്റ്റാർട്ട് യുവർ ബോഡി ഫോർ ഗെറ്റിംഗ് സം സൺലൈറ്റ്. ദെൻ ഹയസ്റ്റ് അലേർട്ട്നെസ് എന്ന് പറയുന്ന ആ ടൈമിലേക്ക് എത്തും. അതൊക്കെ ഒരു 10 മണി സമയം, 9 മണിക്കും 10 മണിക്കും ഇടയുള്ള സമയത്ത് നമ്മുടെ ശരീരം കൂടുതൽ അലർട്ടീവ് ആകും. അതിനുവേണ്ടി കുറെ ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യും. 12 മണി നൂൺ ടൈം, ദെൻ അതിനുശേഷം ബെസ്റ്റ് കോർഡിനേഷൻ ടൈം, ഫാസ്റ്റസ്റ്റ് റിയാക്ഷൻ ടൈം, ദെൻ ലിമിറ്റിംഗ് ഓഫ് കോഫൈൻ. വീണ്ടും ഉറക്കത്തിലേക്കുള്ള ആ പ്രോസസ് വൈകുന്നേരം 6 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ഡിമ്മിങ് ലൈറ്റ്, ലിമിറ്റ് ടെക്നോളജി യൂസ്, ദെൻ മെലാറ്റോണിൻ റിലീസ് സ്റ്റാർട്ട്സ്. ഏകദേശം 9 മണിയാകുമ്പോൾ മെലാറ്റോണിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വീണ്ടും ഇങ്ങനെ ഒരു സൈക്കിളാണ് സർക്കാഡിയൻ റിതം എന്ന് പറയുന്നത്. അതിനെ കൂടുതൽ ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കതിനെ ഇങ്ങനെ മനസ്സിലാക്കാം.
നമ്മൾ 12 മണി മിഡ് നൈറ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ 12 മണിയെക്കുറിച്ച് ചിന്തിച്ചാൽ ബെസ്റ്റ് കോർഡിനേഷൻ ടൈം എന്ന് പറയുന്നത് 2:30 ആണ്. നൂൺ ഉച്ച സമയത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവിടുന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്താൽ 2:30 അല്ലെങ്കിൽ 2:30 മണി എന്ന് പറയുന്നത് ബെസ്റ്റ് കോർഡിനേഷൻ ടൈമാണ്. 3:30 എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് റിയാക്ഷൻ ടൈമാണ്. ദെൻ ഗ്രേറ്റസ്റ്റ് കാർഡിയോ വാസ്കുലർ എഫിഷ്യൻസി ആൻഡ് മസിൽ സ്ട്രെങ്ത് വരുന്നത് 5 മണിക്കാണ്. എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റിയ സമയമാണെന്ന് പറയും. 6 മണി 6:30 ആയി കഴിഞ്ഞാൽ ഹയസ്റ്റ് ബ്ലഡ് പ്രഷർ ആണ്, ഹയസ്റ്റ് ബോഡി ടെമ്പറേച്ചർ ആണ്. ആ സമയം എക്സസൈസ് ചെയ്യാൻ നല്ലതല്ല 6 മണി കഴിഞ്ഞ് എന്ന് പറയുന്നതിന് ഒരു കാരണം ഇതാണ്. വീണ്ടും 9 മണിയാകുമ്പോൾ മെലാറ്റോണിയൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. മെലാറ്റോണിൻ സെക്രേഷൻ സ്റ്റാർട്ട്സ്, ആ ഹോർമോൺ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. വീണ്ടും മിഡ് നൈറ്റ് ആയി 2 മണിയാകുമ്പോൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് നമ്മൾ കടക്കും. ദെൻ 4:30 ആകുമ്പോൾ ലോ ബോഡി ടെമ്പറേച്ചർ ആകും. ടെമ്പറേച്ചർ അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറും ഏറ്റവും കുറഞ്ഞ ടൈമാണ് ആ സമയം. നമുക്ക് എല്ലാവർക്കും അറിയാം ആ സമയം പഠനത്തിനും ദൈവവിചാരത്തിനും ഒക്കെ നല്ലതാണെന്നും വളരെ നേരത്തെ 3 മുതൽ 6 വരെയുള്ള സമയങ്ങൾ വളരെ നല്ല സമയമാണെന്നും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഏറ്റവും കുറവായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറും ആ സമയത്ത് കുറവായിരിക്കും. ആ സമയത്തുള്ള സഡൻ ചേഞ്ചസ് ചിലപ്പോൾ അറ്റാക്കിലേക്കൊക്കെ നയിക്കുന്നതാണ്. കാരണം ആ സമയത്ത് ബ്ലഡ് പ്രഷറൊക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ വീണ്ടും ഷാർപ്പസ്റ്റ് റൈസ് ടൈം ബ്ലഡ് പ്രഷർ വരുന്നത് 6:45-നാണ്. അപ്പോൾ ആ സമയത്തിന് ശേഷമുള്ള നമ്മുടെ നടത്തങ്ങളൊന്നും അത്ര ഗുണകരമല്ല, അതിന് മുമ്പായിരിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. വീണ്ടും മെലാറ്റോണിൻ സെക്രേഷൻ സ്റ്റോപ്സ്, മെലാറ്റോണിൻ്റെ ഹോർമോൺ സ്റ്റോപ്പ് ചെയ്യുന്നത് 7:30, ഏകദേശം 7 മുതൽ അത് സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം ടൈമാണ്, ടൈം അങ്ങോട്ട് കൂടുതൽ ചിലപ്പോൾ മാറും. ദെൻ ബൗൾ മൂവ്മെന്റ് ലൈക്ലി ബൗൾ മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഇന്റേണൽ ബോഡി ഫുഡുമായിട്ട് ബന്ധപ്പെടുന്ന ആ പ്രോസസ്സുകളെല്ലാം റീസ്റ്റാർട്ട് ചെയ്യും. ദെൻ ഹയസ്റ്റ് ടെസ്റ്റോസ്റ്ററോൺ, ഇതൊരു ഹോർമോണാണ്, ഇതൊരു സെക്സ് ഹോർമോണാണ്. പ്രത്യേകിച്ച് മെയിലിലാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. കാരണം ശക്തി കൂടുതൽ, പവർ കൂട്ടുന്ന ഒരു ഹോർമോണാണിത്. ഇതൊരിക്കലും സെക്സുമായിട്ട് റിലേറ്റഡ് അല്ല, പകരം ശരീരത്തിൽ കൂടുതൽ എനർജി കൊടുക്കുന്ന ഒരു ഹോർമോൺ ഇഫക്റ്റ് ആണ്. ദെൻ ഹൈ അലർട്ട്നെസ്, വീണ്ടും നമ്മൾ ഈ സർക്കാഡിയൻ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വരും. അപ്പം ഇതാണ് നമ്മുടെ സർക്കാഡിയൻ റിതം. ഇങ്ങനെയാണ് നമ്മുടെ ബോഡി, നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മൾ എപ്പോൾ ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും ഇങ്ങനെയാണ് ബോഡി സെൻസ് ചെയ്യുന്ന ടൈം. നമ്മുടെ സ്ലീപ്പ് സൈക്കിളൊക്കെ മാറുമ്പോൾ അതനുസരിച്ച് ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടാകും. സ്ലീപ്പ് ഡിപ്രിവേഷൻ ഉണ്ടാകും, സ്ലീപ്പ് ലോസ് ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായും പല പ്രശ്നങ്ങളും തുടർന്നുണ്ടാകുമെന്ന് നമുക്ക് കാണാം. ഇതിനെ പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്താൽ ഇങ്ങനെ മനസ്സിലാക്കാം. ബെസ്റ്റ് കോർഡിനേഷൻ ടൈം 2:30, ഫാസ്റ്റസ്റ്റ് റിയാക്ഷൻ 3:30, ഹയസ്റ്റ് ബ്ലഡ് പ്രഷർ 6:30, ഹയസ്റ്റ് ബോഡി ടെമ്പറേച്ചർ 7 o'clock, melatonin secretion starts at 9 o'clock, deep sleep 2 o'clock, lowest body temperature 4:30, sharpest rise in blood pressure 6:45 and highest alertness 10. ഇതാണ് സർക്കാഡിയൻ റിതമിലുള്ള ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ്. ഫങ്ഷൻസ് വെച്ചാൽ നമ്മൾ അറിയുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ടൈം സമയം ഡാർക്കും ലൈറ്റും വരുന്നതനുസരിച്ച് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ കറക്റ്റ് ചെയ്തോളൂ. Now again one more aspect is called homeostat, that is stable internal സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു ലെവലാണ്. സ്ലീപ്പ് വേക്കപ്പ് സൈക്കിളിൽ കടന്നു പോകുമ്പോൾ സർക്കാഡിയൻ റിതം അതുപോലെ തന്നെ ഹോമിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഈ സ്റ്റേബിൾ ഇന്റേണൽ സ്റ്റേറ്റും കൂടെ നമ്മളെ ഒത്തിരിയും അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നത് ബയോളജിക്കൽ ക്ലോക്കാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സർക്കാഡിയൻ റിതം തന്നെയാണ്. ഈ ബയോളജിക്കൽ ക്ലോക്ക് നമ്മളെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് മാസ്റ്റർ ക്ലോക്ക് എന്ന് പറയും. നമ്മുടെ ബോഡി കോർഡിനേറ്റ് ചെയ്യുന്ന ഓരോ സെൽസിലും ബോഡി ക്ലോക്കുകളുണ്ട്. ആ ബോഡി ക്ലോക്കുകളെ വർക്ക് ചെയ്യിക്കുന്ന മാസ്റ്റർ ക്ലോക്കാണ് ബയോളജിക്കൽ ക്ലോക്ക്. ഇത് സർക്കാഡിയൻ പേസ് മേക്കർ എന്നും പറയാറുണ്ട്. ബ്രെയിനിലാണ് അത് ലൊക്കേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു SCN, സുപ്രാ ചിയാസ്മാറ്റിക് ന്യൂക്ലിയസ് ആണ് അതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത്. ഹോർമോൺ മെലറ്റോണിയൻ ഡെവലപ്പ് ചെയ്യുന്ന ആ ഫങ്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആ പാർട്ടാണ്. തനിയുമല്ല പീനൽ ഗ്ലാൻഡ് ആണ് ഈ മെലറ്റോണിയൻ സ്റ്റാർട്ട്. നമ്മൾ കണ്ണ് അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കണ്ണടച്ചിരുന്നാൽ പോലും നമ്മുടെ മൂന്നാം കണ്ണുകൊണ്ട് സമയം കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മുടെ പീനൽ ഗ്ലാൻഡിൽ നിന്നും ഈ മെലറ്റോണിയൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ബോഡി ക്ലോക്കിനെ സെറ്റ് ചെയ്യും, നമ്മുടെ ബോഡിയെ കൃത്യമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്ന ഈ പറയുന്ന തേർഡ് ഐ എന്ന് പറയുന്നത് നമ്മുടെ പീനൽ ഗ്ലാൻഡ് ആണ്. പീനൽ ഗ്ലാൻഡ് ആണ് തേർഡ് ഐ.
അത് അറിയാം, നമ്മൾ കണ്ണില്ലാത്ത ബ്ലൈൻഡിന് പോലും കൃത്യമായിട്ട് സമയക്രമത്തെ നമ്മുടെ ബോഡിയിൽ കാണിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന തേർഡ് ഐ എന്ന് പറയുന്ന പീനൽ ഗ്ലാൻഡ് ആണ്. അപ്പോൾ തേർഡ് ഐ എന്ന് പറയുന്നത് പീനൽ ഗ്ലാൻഡ് ആണ്. ഓക്കെ, നമ്മൾ കണ്ട ആ സിസ്റ്റം തന്നെയാണ് വിഷ്വലായിട്ട് വരുന്നത് വിഷ്വൽ കോർട്ടക്സിലേക്കും, അതുപോലെ തന്നെ വിഷ്വൽ അല്ലാത്ത ടൈംസ് സുപ്രാ ന്യൂക്ലിയസ് സെന്ററിലേക്കും നെറ്റ്വർക്കിലേക്കും ചെന്ന് അത് കൃത്യമായിട്ട് നമുക്ക് ബ്രെയിനിൽ നിന്നുള്ള സയൻസ് കൃത്യമായിട്ട് തരും. എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? സ്ലീപ്പിനോട് കൂടി ഓട്ടോമാറ്റിക് നെർവ് സിസ്റ്റം, കോഗ്നിറ്റീവ് പെർഫോമൻസ്, മൂഡ്, മോട്ടോർ ആക്ടിവിറ്റി, മെമ്മറി, ഹോർമോൺസ്, ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റിയും, സെൽ സൈക്കിൾ ആൻഡ് പെരിഫറൽ ക്ലോക്സ്, ഇതെല്ലാം ബയോളജിക്കൽ ക്ലോക്ക് എല്ലാം കൃത്യമായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ബ്രെയിനിന്റെ ഫംഗ്ഷൻ പാർട്ടായിട്ടാണ് SCN അതുപോലെ തന്നെ ഹൈപ്പോതലാമസ്, തലാമസ് എന്ന് പറയുന്ന ഫംഗ്ഷൻസ് വർക്ക് ചെയ്യുന്നത്. അതിനോട് കൂടി ബ്രെയിൻ സ്റ്റെം സെൽ കൃത്യമായിട്ടും നമ്മുടെ ബാക്കി ആക്ടിവിറ്റീസ്, ഒരു ബയോളജിക്കൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. നൗ വൺ മോർ തിങ്, അതിനോട് കൂടി ബയോളജിക്കൽ ക്ലോക്കിനോട് കൂടി അസോസിയേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ടൈമിനെ നൂൺ ടൈം മുതൽ വീണ്ടും ആ നൂൺ ടൈമിലേക്ക് നമ്മൾ ഒരു 24 hours എത്തുമ്പോൾ ഓരോ ബോഡി എലമെന്റ്സും അല്ലെങ്കിൽ ഓരോ അവയവങ്ങളും കൃത്യമായി ഓർഗൻസും എങ്ങനെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ടൈം, അതിനുള്ള സ്യൂട്ടബിൾ ടൈമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 11 മുതൽ 1 മണി വരെ ഹാർട്ടിന്റെ ബ്ലഡ് സർക്കുലേഷൻ ഹൈ എഫിഷ്യൻസി ടൈമാണ്. അതുപോലെ 1 to 2 3 എന്ന് പറയുന്ന സ്മോൾ ഇൻഡസ്ട്രീൻ്റെ അലൗട്ടഡ് ആയിട്ടുള്ള ടൈമാണ്. അതുപോലെ തന്നെ 3 to 5 is bladder time and 5 to 7 is kidney time, 7 to 9 is pericardium time, and 9 to 11 means that is triple burner, and gallbladder, അതുപോലെ ലിവർ, ലങ്സ്. 3 to 5 ലങ്സിന്റെ ടൈമാണ്, ഡീപ്പ് സ്ലീപ്പിന്റെ ടൈമാണ്. ആ സമയത്താണ് ലങ്സിന്റെ റീസ്റ്റോറേഷൻസ് എല്ലാം നടക്കുന്നത്. ആ സമയത്ത് ഡ്രീംസ് കാണാം, മെമ്മറി കൺസോൾട്ടേഷൻസ് നടക്കും. അതുപോലെ തന്നെ 5 to 7 ലാർജ് ഇൻഡസ്ട്രീൻ്റെ പ്രൊസീജിയർ, ബൗൾ മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. ആ സമയത്താണ് നമ്മൾ ബാത്റൂമിൻ്റെ ആവശ്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ 8 o'clock ആകുമ്പോൾ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ 9 to 11 വരുമ്പോൾ സ്പ്ലെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ വളരെ കൃത്യമായിട്ടൊരു സൈക്കിളിലൂടെയാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡി നമ്മുടെ ഓരോ അവയവങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. ഇതെല്ലാം ബയോളജിക്കൽ ക്ലോക്കിന്റെ സെറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉറക്കത്തിന്റെ സമയവും നമ്മളുടെ എഴുന്നേൽക്കുന്ന സമയവും എല്ലാം മാറ്റുമ്പോൾ എത്രമാത്രം നമ്മുടെ ബോഡി സ്ട്രെയിൻഡ് ആകും, അതിലൂടെ നമുക്ക് എത്രമാത്രം ഡിസ്കംഫർട്ടുകൾ ഹെൽത്തിലും മെന്റലുമായിട്ടുണ്ടാകും, ഫിസിക്കലും മെന്റലുമായിട്ടുണ്ടാകുമെന്നെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് എന്നാണ് ഈ ചിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും നമുക്ക് ഒരു സിസ്റ്റവും കൂടെയാണ്, ഹോമിയോസ്റ്റാറ്റ്. സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ബാലൻസ് ആണ്. ഒരാൾ ഒരു ബാലൻസിൽ നിൽക്കുന്നത് പോലെ നമ്മളെ ബാലൻസിലേക്ക് നിർത്തുന്ന ഒരു ഏരിയയാണ് ഹോമിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റഡി ഇന്റേണൽ ഫിസിക്കൽ കെമിക്കൽ കണ്ടീഷൻ മെയിൻറ്റെയിൻഡ് ബൈ ലിവിങ് സിസ്റ്റം. അപ്പൊ ജീവനുള്ള സിസ്റ്റത്തെ ഇന്റേണലും ഫിസിക്കലും കെമിക്കലുമായിട്ടുള്ള എല്ലാ ബയോ കെമിക്കൽ സിസ്റ്റത്തെയും ലൈവായിട്ട് നിർത്തുന്ന, ബാലൻസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ബോഡി ടെമ്പറേച്ചർ, ഫുഡ് ബാലൻസ്, അതുപോലെ തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാറ്റ് ഉണ്ട്, ബ്ലഡ് ഓക്സിജൻ ഹോമിയോസ്റ്റാറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു ഇന്റേണൽ സിസ്റ്റവും കൂടെ കൃത്യമായി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ സിസ്റ്റത്തെയും പ്രോപ്പർ ബാലൻസിലേക്ക് എത്തിക്കുന്നു. ഉറക്കം കുറവാണെങ്കിൽ പലതും തകിടം മറിഞ്ഞ് നമ്മുടെ ബാലൻസുകളെല്ലാം തെറ്റിപ്പോകുന്നു അല്ലേ? ഉറക്കമില്ലാതെ രാവിലെ എഴുന്നേറ്റ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എനിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഉറക്കമില്ലാതെ കൃത്യമായിട്ട് ഉറങ്ങാതെ എഴുന്നേറ്റ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും സാറ് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. കുട്ടികൾ അത്ഭുതപ്പെട്ടു പോകും, എന്താണ് ഈ സാർ, വേറെ ചില കഥകളൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഹോമിയോസ്റ്റാറ്റിസിസ് എന്ന് പറയുന്നത് ഇതൊരു ഇന്റേണൽ സിസ്റ്റമാണ്, ഒരു ബാലൻസ് സിസ്റ്റമാണ്. ഇതും ഉറക്കത്തിൽ നമുക്ക് നമ്മൾ അറിയാതെ തന്നെ കൈവരിക്കാൻ സാധിക്കും. ദർ ആർ 2 types of theories, restoration theories. അതൊന്ന് ഓസ്വാൾഡ് 1966-ലും ഒന്ന് ഹോൺ 1988-ലും സ്റ്റഡി ചെയ്താണ്. വളരെ ബേസിക് ആയിട്ടുള്ള തിയറിയാണ്. ഈ സ്റ്റഡീസ് ഒത്തിരി മാറിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് കൃത്യമായി പറയുന്ന 1-2 പോയിന്റ്സ്. എവറി സ്റ്റേജ് ഓഫ് സ്ലീപ്പ് ഈസ് എസെൻഷ്യൽ ഫോർ റിസ്റ്റോറേഷൻ എന്നാണ് ഓസ്വാൾഡ് പറയുന്നത്. എന്നാൽ ഹോൺ പറയുന്നത് SWS4 ആൻഡ് REM ആർ എസെൻഷ്യൽ ഫോർ റിസ്റ്റോറേഷൻ. SWS എന്ന് പറഞ്ഞാൽ സ്ലോ വേവ് സ്ലീപ്പ്, എന്നുവെച്ചാൽ ഡീപ്പ് സ്ലീപ്പുമായിട്ട് ബന്ധപ്പെടുന്ന ആ സമയവും അതുപോലെ REM ഏരിയയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഹോൺ പറയുന്നു. എന്താണെങ്കിലും നല്ലവണ്ണം ഉറങ്ങിയാൽ ഇതെല്ലാം നമുക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇത് സ്ലീപ്പ് ഫൗണ്ടേഷന്റെ ഒരു കണക്കാണ്. നാഷണൽ സ്ലീപ്പ് ഫൗണ്ടേഷൻ തരുന്ന ഒരു കണക്കാണ്.
ഓരോ വ്യക്തികൾ എത്ര മണിക്കൂർ ഉറങ്ങണം? ഒരു ന്യൂ ബോൺ ആണെങ്കിൽ 18 to 19 വരെ, 11 to 19 വരെയുള്ള അവേഴ്സ് ഉറങ്ങാം. ഏറ്റവും ബെസ്റ്റ് ടൈം 14 to 17 ആണ്. അതുപോലെ ഇൻഫാൻ്റ് ആണെങ്കിൽ 12 to 15, ടോട്ടൽ ആണെങ്കിൽ 11 to 14, പ്രീ സ്കൂൾ ആണെങ്കിൽ 10 to 13, സ്കൂൾ ഏജ് ആണെങ്കിൽ 9 to 11, ടീൻ ആണെങ്കിൽ 8 to 10, ആൻഡ് യങ് അഡൾട്ട് ആണെങ്കിൽ 7 to 9, ആൻഡ് അഡൾട്ട് ആണെങ്കിൽ 7 to 9, ആൻഡ് ഓൾഡർ ഏജിലുള്ള ഒരാളാണെങ്കിൽ 7 to 8 അവേഴ്സ് സ്ലീപ്പ് ചെയ്യാം. ഇതാണ് സ്റ്റാൻഡേർഡ്. ഇങ്ങനെ ഒരു സ്ലീപ്പിലേക്ക് നമ്മൾ കടന്നു പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ സർക്കാഡിയൻ റിതമും ഒക്കെ വളരെ കൃത്യമായിട്ട് സംഭവിക്കുമെന്നാണ് സയൻസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി സ്ലീപ്പുകൾ 2 തരമുണ്ട്. വൺ ഈസ് കോൾഡ് മോണോഫേസിക്, ബൈഫേസിക്. 2 അല്ല, 2-ലധികമുണ്ട്. മോണോഫേസിക് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉറങ്ങുന്നത് പോലെ ഒറ്റ ഉറക്കം, 6 മുതൽ 8 മണിക്കൂർ ഒരൊറ്റ ഉറക്കം. രാത്രി ഉറങ്ങാൻ കിടക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, അതിനിടയിൽ ഇടയ്ക്ക് എഴുന്നേൽക്കുന്ന പ്രശ്നമില്ല. എന്നാൽ ചിലർക്കൊക്കെ എഴുന്നേൽക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ സ്ലീപ്പ് ബ്രേക്ക് ആകും, സ്ലീപ്പ് ഡിപ്രൈവേഷൻ സംഭവിക്കാം. ചിലപ്പോൾ യൂറിനേഷന് വേണ്ടിയൊക്കെ എഴുന്നേൽക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ മോണോഫേസിക് സ്ലീപ്പിൽ സിംഗിൾ സ്ട്രെച്ചിൽ നമ്മൾ ഉറങ്ങുക എന്നുള്ളത് ബെസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത്, ഇതിന് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. രാത്രി എപ്പോഴും ഉറങ്ങുമ്പോൾ ഡ്യൂട്ടി ടൈം പ്രശ്നമുള്ളവർക്ക് ഇങ്ങനെ മോണോഫേസിക് സ്ലീപ്പ് പറ്റത്തില്ല. നൈറ്റ് ഡ്യൂട്ടി കിട്ടുന്ന ഒരാൾ ഡേ ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി മാറി വരുമോ, അല്ലെങ്കിൽ വീക്ക്ലി അത് മാറി വരുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം, അങ്ങനെയുള്ളവർക്ക് സം അനദർ ടൈപ്പ് ഈസ് കോൾഡ് ബൈഫേസിക്. എന്ന് വെച്ചാൽ 5 to 6 അവേഴ്സ് ഒറ്റ സ്ട്രെച്ചിൽ പോവുക, അതിനുശേഷം 30 മിനിറ്റ്സ് നാപ്പുകൾ ഉപയോഗിക്കുക. ചെറിയ ഉറക്കങ്ങൾ, ചെറിയ ഉറക്കങ്ങളിലൂടെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു രീതി പറഞ്ഞാൽ പോളിഫേസ് സ്ലീപ്പാണ്. പോളിഫേസ് മീൻസ് എവരിമാൻ, യൂബർമാൻ, ഡൈമാക്സോൺ, ഇങ്ങനെയുള്ള പല മെത്തേഡുകളുണ്ട്. ഇവിടെ ലോങ് ടേം സ്ലീപ്പ് വളരെ കുറയും, ഇടയ്ക്കിടയ്ക്കുള്ള സ്ലീപ്പുകൾ കൂടി വരും. എവരിവണിലാണെങ്കിൽ 3 അവറിലുള്ള ഒരു സ്ലീപ്പും അതിനുശേഷം 20 to 30 മിനിറ്റ്സിലുള്ള നാപ്പുകളുമായിരിക്കും ഉപയോഗിക്കുക. ചെറിയ കുട്ടി ഉറക്കങ്ങളും ഉപയോഗിക്കാം. യൂബർമാൻ ഒരു ഡ്രൈവർ എന്ന നിലയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ രീതിയിൽ നോർമൽ ടൈമിൽ ഉറങ്ങാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയപക്കമാണിത്. നമുക്കറിയാം ബോഡി ടയർഡാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. യൂബർമാൻ 3 അവേഴ്സ് ആൻഡ് അതിൽ 30 മിനിറ്റ്സ് നാപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡൈമാക്സിനിൽ 2 അവേഴ്സും അതുപോലെ തന്നെ 2 അവേഴ്സ് ഓഫ് സ്ലീപ്പ് പെർ ഡേ ആൻഡ് ഫോം ഓഫ് 30 മിനിറ്റ്സ് നാപ്പ് ഫോർ എവരി 6 അവേഴ്സ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ നമുക്ക് സ്ലീപ്പുകളുടെ പാറ്റേൺ സെറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആകും, അല്ലെങ്കിൽ നമ്മളതിനെ അറിഞ്ഞുകൊണ്ട് സെറ്റ് ചെയ്യും. അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് കോൾഡ് സ്ലീപ്പ് ഡിപ്രൈവേഷൻ. എന്ന് വെച്ചാൽ ഉറക്കത്തിന്റെ കുറവുണ്ടാകുക. ഈസ് കോസ്ഡ് ബൈ കൺസിസ്റ്റന്റ് ലാക്ക് ഓഫ് സ്ലീപ്പ് ഓർ റിഡക്ഷൻ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. പല പ്രാവശ്യം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ സ്ലീപ്പിന് ഡിപ്രൈവേഷൻ ഉണ്ടാകും, സ്ലീപ്പിന് ഉറക്കക്കുറവുണ്ടാകും, ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് മോശമാകും. അങ്ങനെയുള്ള സമയത്ത് ഇപ്പം 7 മണിക്കൂർ ഉറങ്ങുന്ന ഒരു നല്ല സ്വഭാവത്തിൽ നിന്ന് അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ഒബിസിറ്റി ഉണ്ടാകാം, ഹാർട്ട് ഡിസീസ് ഉണ്ടാകാം, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാം, ഡയബറ്റീസ് ഉണ്ടാകാം. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഉറക്കക്കുറവ് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ സ്ലീപ്പ് ഡിപ്രൈവേഷൻ കൊണ്ടാണോ ഉണ്ടാകുന്നത് നോക്കുക. അതിന് മറ്റൊരു ടേമുണ്ട്, ഈസ് കോൾഡ് സ്ലീപ്പ് ഡെപ്റ്റ്. നമ്മുടെ ആക്ച്വൽ എമൗണ്ട് ഓഫ് സ്ലീപ്പ്, നമുക്ക് കിട്ടുന്ന ആക്ച്വൽ എമൗണ്ട് ഓഫ് സ്ലീപ്പ് മൈനസ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് വി ആക്ച്വലി ഗെറ്റ്. നമുക്ക് യഥാർത്ഥത്തിൽ ഉറങ്ങാൻ പറ്റും. ഇതിന്റെ ഡിഫറൻസ് ആണ് സ്ലീപ്പ് ഡെപ്റ്റ്. മറ്റെന്ത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം, സ്ലീപ്പ് ഡെപ്റ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്ലീപ്പ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടുത്ത നെക്സ്റ്റ് ടൈമിൽ തന്നെ അത് കോമ്പൻസേറ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അതനുസരിച്ച് ബോഡിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഒബിസിറ്റി, ഹാർട്ട് ഡിസീസസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഇത് പല പ്രാവശ്യം റുട്ടീനായിട്ട് ടെസ്റ്റ് സംഭവിച്ചാൽ, റിപ്പീറ്റഡ് ആയി കഴിഞ്ഞാൽ പല പ്രാവശ്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും. ഇനി എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾക്ക് കാണുന്ന സ്ലീപ്പ് ഡിപ്രൈവേഷൻ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഉറക്കം ശരിയാകുന്നില്ല എങ്കിൽ ഉണ്ടാകാവുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലം? അതിൽ ഷോർട്ട് ടൈം സ്ട്രെസ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം സ്ട്രെസ് തന്നെയാണ്. അനദർ ഇസ് ഇൻക്രീസ്ഡ് ആപ്പിറ്റൈറ്റ്, നമ്മുടെ രുചി മാറുക, ഇറിറ്റബിലിറ്റി, അവർ ലേണിംഗ് ഡിഫിക്കൽറ്റി. ഉറക്കം കുറവാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ, പല കുട്ടികളും പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന് ശക്തമായി പഠിക്കുന്നു, പരീക്ഷ സമയത്ത് അവിടെ ചെന്ന് ബോധം കെട്ട് വീഴുന്നു, അല്ലെങ്കിൽ അവർക്ക് ഓർമ്മ വരുന്നില്ല, പല പ്രശ്നങ്ങളിലേക്ക് വരും. ഇതെല്ലാം സ്ലീപ്പ് സ്ലീപ്പ് ലോസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമായിട്ട്. ഉറങ്ങാതെ പോയി പരീക്ഷ എഴുതുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകും. ഇനി ലോങ് ടൈം എന്ന് പറയുന്നത് ഒബിസിറ്റി, ഡയബറ്റിക്സ്, ഗ്രേറ്റർ റിസ്ക് ഓഫ് ക്യാൻസർ, കാർഡിയോ വാസ്കുലർ ഡിസീസ് ആൻഡ് ഡിമെൻഷ്യ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഇനി എന്താണ് ഈ ഒബിസിറ്റിയിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ,
ഉറക്കക്കുറവ് വരുമ്പോൾ പല ഹോർമോൺസും പ്രോപ്പറായിട്ട് ആക്ടിവേറ്റഡ് ആകത്തില്ല. 2 തരം ഹോർമോൺസ് ഉണ്ട്. അതിലൊരു ഹോർമോണിന്റെ പേര് ഗെർലിൻ എന്നാണ്. ഈ ഹോർമോൺ നമ്മൾ പറയുന്നത് ഹങ്കർ ഹോർമോൺ ആണ്. വിശപ്പ് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു ഹോർമോണാണ് ഗെർലിൻ. അതുപോലെ മറ്റൊരു ഹോർമോൺ ഉണ്ട്, ഇത് ലെപ്റ്റിൻ എന്നാണ് പറയുന്നത്. ഈ ഹോർമോൺ നമ്മുടെ ഫാറ്റ് സെൽസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ ഫുഡ് കുറച്ച് അതിന്റെ ഫാറ്റ്സ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ശരീരത്തിൽ കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ ഡെവലപ്പ് ഇരിക്കുന്നത്. ഈ ലെപ്റ്റിൻ ഹോർമോൺ റിലീസ് ചെയ്യുന്ന അഡിപ്പോസ് ടിഷ്യൂ എന്നാണ് അതിന് പറയുന്നത്. ഇത് ഹൈപ്പോതലാമസിലേക്ക് ചില ബ്രെയിൻ സിഗ്നൽസ് കൊടുക്കും. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഫാറ്റിന്റെ അളവ് കൂടുതലാണ്, ഭക്ഷണം കഴിക്കുന്നത് കുറച്ചോളൂ എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ നാച്ചുറലായിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആപ്പിറ്റൈറ്റ്, ആ രുചി അങ്ങ് കുറയ്ക്കും. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കും. നമുക്ക് അതിനൊക്കെ ഒരു അവയർനെസ് നമുക്ക് ബ്രെയിൻ തന്നെ നമുക്ക് തരും എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. മനുഷ്യന്റെ ഭാഷയിൽ ചിന്തിച്ചാൽ നമുക്ക് തിങ്കിങ്ങിനുള്ള ഒരു ചാൻസ് തരും. നമ്മുടെ ശരീരത്തിൽ ഒബിസിറ്റി നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഭക്ഷണം കുറച്ച് കഴിക്കുന്ന ഒരു ലെവലിലേക്ക് വരും. പക്ഷേ സംഭവിക്കുന്ന ഉറക്കം കുറവാണെങ്കിൽ ഈ 2 ഹോർമോൺസ് പ്രോപ്പറായിട്ട് വരത്തില്ല. ഹോർമോൺസ് കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് തലാമസിൽ നമ്മൾക്ക് ഫാറ്റിന്റെ അളവ് കൂടുതലാണെന്നുള്ള സിഗ്നൽ കിട്ടാതെ പോകും. അപ്പോൾ നമ്മുടെ ആപ്പിറ്റൈറ്റ് കൂടും, നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കും. അങ്ങനെ നമ്മൾ ഒബിസിറ്റിയിലേക്ക് കടന്നു പോകും. ഒബിസിറ്റിയിലേക്ക് കടന്നു പോകുമ്പോൾ അതിന് പുറകെയുള്ള ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. അപ്പോൾ ഉറക്കക്കുറവുണ്ടെങ്കിൽ വണ്ണം വെക്കുന്നതിനെ ഓർത്ത് ആരും വിഷമിക്കേണ്ട, നല്ലവണ്ണം ഉറങ്ങുക. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹോർമോൺ ലെപ്റ്റിൻ ആക്ടിവേറ്റ് ആകും. ഹൈപ്പോതലാമസ് നമുക്ക് സിഗ്നൽ തരും, ഫാറ്റിന്റെ അളവ് കൂടുതലാണ്, അതുകൊണ്ട് രുചി സ്വല്പം മാറ്റിക്കോളൂ എന്ന് പറയുന്ന സിഗ്നൽ തരും. ആ സിഗ്നലിലൂടെ നമുക്ക് നമ്മുടെ ഫുഡ് കൺട്രോൾ അല്ലെങ്കിൽ ഫുഡിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, ഹങ്കറിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഹങ്കറാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരുപക്ഷെ നമുക്ക് തരുന്ന സിഗ്നൽ ഹങ്കറാണ്. ഹങ്കറിനെ റെഗുലേറ്റ് ചെയ്താൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള തോന്നൽ ഉണ്ടാക്കാതിരിക്കും. അപ്പോൾ ഉറങ്ങുന്നത് എപ്പോഴും നല്ലതാണ് എന്ന് ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുക. നൗ അനദർ ഏരിയ ഈസ് ദിസ്, നമുക്ക് കീപ് യുവർ ബക്കറ്റ്സ് ഫുൾ. എന്തൊക്കെയാണ് വേണ്ടത്? നല്ലവണ്ണം ഉറങ്ങുക. പിന്നെന്ത് വേണം? നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ദെൻ റിക്കവറി, പോസ്. നമുക്കറിയാം, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ശാന്തമായി നിൽക്കണം. പണികളൊക്കെ നിർത്തി കൃത്യമായി ശാന്തതയോടുകൂടി ഉറക്കത്തെ അഭിമുഖീകരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മൾ മാറണം. 1 മണിക്കൂർ മുമ്പെങ്കിലും നേരെ ബെഡിലേക്ക് കിടക്കുന്നു, ഉറങ്ങുന്നു എന്നുള്ള ആ സിസ്റ്റം. അപ്പോൾ ആ പോയിന്റ് സ്ലീപ്പ്, ന്യൂട്രീഷൻ, റിക്കവറി, ഈ 3 പോയിന്റ് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ബോഡി ഫുള്ളി ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്കെല്ലാം പുറത്തെടുക്കാം. നമ്മുടെ ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന മേഖലകൾ, വർക്കോ സ്കൂളോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് കൺട്രോൾ, ഇമോഷണൽ കൺട്രോൾ, ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സ്ലീപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ച എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ശ്രദ്ധയോടെ കൂടി ക്രമീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. നമ്മൾ 3 പ്രധാനപ്പെട്ട വാക്കുകളാണ് പഠിച്ചത്. ഒന്ന് റം സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്, അതുപോലെ തന്നെ പിന്നെ നമ്മൾ സർക്കാഡിയൻ റിതം, ബയോളജിക്കൽ. പലരും അത് അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം നമ്മൾ ഉറങ്ങുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തേർഡ് ഐ എന്ന് പറയുന്ന ബോഡിയുടെ പാർട്ടിനെ കുറിച്ചും നമ്മൾ കണ്ടു. അത് പീനൽ ഗ്ലാൻഡ് ആണ്. ഈ ഒരു ഗ്ലാൻഡ് നമ്മളെ പലപ്പോഴും കൃത്യമായി നയിക്കുന്നു. നമുക്കറിയാം, നമ്മൾ സർക്കാഡിയൻ റിതമിനും അതുപോലെ ബയോളജിക്കൽ ക്ലോക്കും നമുക്ക് ആവശ്യമുള്ള തലത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നത് ഈ തേർഡ് ഐ എന്ന് പറയുന്ന ഈ ഭംഗിയുള്ള ഓർഗനാണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പർപ്പസ് ഓഫ് സ്ലീപ്പ് നമ്മൾ പറഞ്ഞത്, ഒന്ന് ബ്രെയിൻ റീസ്റ്റോറേഷൻ ആണ്, 2 നമ്മൾ പറഞ്ഞ മെമ്മറി കൺസോൾട്ടേഷൻ ആണ്, ആൻഡ് തേർഡ് ഏരിയ ഈസ് കോൾഡ് മെറ്റാബോളിക് ഹെൽത്ത് ആണ്. ഈ 3 വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളാണ്. അതുപോലെ 4 സ്റ്റേജുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. സ്ലീപ്പ് സൈക്കിൾ 4 സൈക്കിൾ ഉണ്ട്. ഒന്നാമത്തെ സൈക്കിൾ സ്റ്റേജ് 1. സ്റ്റേജ് 1 ഉറക്കത്തിലേക്ക് നയിക്കുന്ന സമയമാണ്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് സ്ലീപ്പിലേക്ക് എത്തുന്ന, ഡീപ് സ്ലീപ്പിലേക്ക് പോകുന്ന സമയം. ആ സമയത്താണ് നമ്മുടെ ബോഡി ടിഷ്യൂസ്, മസിൽസ് എല്ലാം റീഓറിയന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് റീസെറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ ഡീപ് സ്ലീപ്പിന്റെ ടൈമാണ്. അവിടെയാണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് റം സ്ലീപ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് നമ്മുടെ മെമ്മറി കൺസോൾട്ടേഷനും ബ്രെയിൻ റീസ്റ്റോറേഷനും ഒക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്നു. 4-5 സൈക്കിളിലൂടെയാണ് നമ്മളുടെ
ഉറക്കം പൂർത്തിയാകുന്നത്, നമ്മളതൊന്നും അറിയുന്നില്ല. വീണ്ടും നമ്മൾ പറഞ്ഞു റെം സ്ലീപ്പിന് ഒരു ഡിസോർഡർ ഉണ്ട്. ഉറക്കത്തിൽ ആരെങ്കിലുമൊക്കെ പ്രായമുള്ളവർ ചവിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക, അത് റെം ഡിസോർഡർ ആണ്. വീണ്ടും നമ്മൾ പറഞ്ഞത് നല്ല ബെഡ് ടൈമിനെ കുറിച്ചാണ് പറഞ്ഞത്, എത്ര സമയം നമുക്ക് കൃത്യമായിട്ട് ഉറങ്ങാം. അങ്ങനെ ഉറക്കത്തിൻ്റെ സമയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സർക്കാഡിയൻ ഋതത്തിൽ നമ്മളെ എന്തൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞു. സർക്കാഡിയൻ ഋതത്തിൽ എന്തൊക്കെയാണ് ടൈമിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളറിയാതെ തന്നെ ബോഡിയെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്ന, സിങ്കർണൈസ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് എന്ന് നമ്മൾ കണ്ടു. തന്നെയുമല്ല ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്ന മാസ്റ്റർ ക്ലോക്കിലൂടെ നമ്മുടെ എല്ലാ സിസ്റ്റവും കൃത്യമായി ആക്ടിവേറ്റഡ് ആകുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു. നമ്മുടെ എല്ലാ ഇന്റേണൽ ഓർഗൻസും ബയോളജിക്കൽ ക്ലോക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ പ്രത്യേക സമയത്ത് അത് കൃത്യമായി അതിൻ്റെ ഫംഗ്ഷനിലേക്ക് കടന്നു പോകുന്നുണ്ട് എന്നും നമ്മൾ പഠിച്ചു. അങ്ങനെ സ്ലീപ്പ്, ഉറക്കത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉറക്കം കൃത്യമായ അളവിൽ, കൃത്യമായ, നമുക്കറിയാം ഓരോരുത്തരുടെയും ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ നമുക്കറിയാം, അത് കൃത്യമായിട്ട് വ്യക്തിപരമായിട്ട് അറിയാം ഉറങ്ങേണ്ട സമയം എത്രയാണ്, എത്ര മണിക്കൂറാണ്. ചിലവർക്ക് 5 മണിക്കൂർ മതി, ചിലവർക്ക് 4 മണിക്കൂർ മതി. തീർച്ചയായും അവരെ സംബന്ധിച്ചോളം അവർക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ സമയം കൃത്യമായിട്ട് കണക്ട് ചെയ്യാനുള്ള മറ്റു ഉപാധികൾ ഉണ്ട് എന്നുള്ളതും സത്യമാണ്. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് സബു സാർ. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ഇപ്പോൾ ദർശിച്ചത്. പക്ഷേ ക്വൈറ്റ് ടെക്നിക്കൽ, വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഒരു മണിക്കൂർ കൊണ്ട് കോരിച്ചൊരിയുന്ന ഒരു അനുഭവമായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഏകദേശം 50ഓളം ആളുകൾ ഇപ്പോഴും ഉറങ്ങാതെയിരിക്കുന്നു എന്നുള്ളത് ഇപ്പം അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. STPകളിലൊക്കെ വളരെ ഈ കേൾക്കുന്ന ആളുകൾ, പങ്കെടുക്കുന്ന ആളുകൾ ശുഷ്കിച്ച് വരികയാണ്. ഒരുപക്ഷെ നമ്മൾ വളരെ റെയർ ആയിട്ടുള്ള സബ്ജക്റ്റ്, നമുക്ക് പല കാര്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ട് അറിവുള്ള പല കാര്യങ്ങളുടെയും അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങൾ മനസ്സിലായ ഒരു ദിവസമാണ്. രാവിലെ 3 മണി മുതൽ 6 മണി വരെ ഉത്തമം, നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ പൗരാണിക കാലങ്ങളും കൊണ്ട് കേട്ട കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് അത് ഉത്തമം എന്നുള്ളത് വളരെ ശാസ്ത്രീയമായിട്ട് എക്സ്പ്ലെയിൻ തന്ന ഒരു സെഷനായിരുന്നു. അതേപോലെ തേർഡായി നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് തൊട്ട് നമ്മൾ ഒന്നിച്ച് ഒരു യുബർ സ്ലീപ്പ് പോലെ ഒരുപക്ഷെ പുതിയ സാഹചര്യത്തിൽ, ആധുനിക സാഹചര്യത്തിലെ വർക്ക് പ്രഷർ കൊണ്ട് ഒന്നിച്ചുറങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് എങ്ങനെ ഉറങ്ങണം എന്നടക്കമുള്ള സൊല്യൂഷൻസ്. ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ഉറങ്ങണം എന്ന് പറയുകയല്ലാതെ ഈ പ്രത്യേക സാഹചര്യം ഉള്ളവരെ എങ്ങനെ അത് ടാക്കിൾ ചെയ്യാം എന്നുള്ള സൊല്യൂഷൻസ് അടക്കം തന്നിട്ടുള്ള ഒരു നല്ലൊരു പാക്കേജ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സബു സാർ. എനിക്ക് തോന്നുന്നൊരു ഹാൻഡ് റൈസ് കാണുന്നുണ്ട്. ഹുവായി എന്നാണ് ഫോണിൻ്റെ പേരാണ് കാണുന്നത്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹാൻഡ് റൈസ് ചെയ്ത ആള് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. അൺമ്യൂട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഹലോ സർ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. സാബു സർ, ഞാൻ സാറിന്റെ ക്ലാസ് കേട്ടു. നല്ല ക്ലാസ് ആയിരുന്നു. സാറിന്റെ പ്രസന്റേഷനൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു സാർ. പറഞ്ഞോളൂ. കുട്ടികളുടെ ഉറക്കത്തെ പറ്റിയാണ്. എനിക്ക് ഒരു 10 വയസ്സുള്ള മോളുണ്ട്. അപ്പൊ അവളിപ്പോ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു 11:30 മണിയാവും ഉറങ്ങാൻ. അപ്പൊ രാവിലെ ഞാനൊരു 8:30-9 മണിയാവുമ്പോ ആണ് വിളിച്ചെണീപ്പിക്കുക. ആ സമയത്ത് വിളിച്ചാലേ അവൾ എഴുന്നേക്കുള്ളൂ. അപ്പൊ അത്രയും സമയം മതിയോ കുട്ടികൾക്ക് ഉറങ്ങാൻ? എത്ര സമയം ഉറങ്ങുന്ന പറഞ്ഞേ? ഒരു 11:30 മണിക്ക് ഉറങ്ങിയാൽ ഞാനൊരു 8:30 ആവുമ്പോ വിളിക്കും. അതൊക്കെ ധാരാളം മതി. വളരെ കൂടുതലാണ്, അത് കുഴപ്പമൊന്നുമില്ല. ഇല്ല അല്ലേ? അപ്പൊ ഈ ലേറ്റ് ആയിട്ട് ഈ 11:30ക്ക് ഉറങ്ങാന്ന് പറയുന്ന അത് കുട്ടികൾക്ക് എന്തെങ്കിലും അതെങ്ങനെ? അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകാം. നമ്മുടെ ഋതത്തിൽ ഒരു മാറ്റം വരും. അതിപ്പോ നമ്മൾ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? നമ്മൾ പേരൻസ്
ആ പേരൻസ് നമ്മൾ ആ സമയത്തേ ഉറങ്ങുള്ളൂ. അതുകൊണ്ടാണ് അവള് നമ്മളെ പിന്നെ നമ്മൾ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറഞ്ഞു. അതെ അതെ. അപ്പൊ നമ്മളുടെ ഭാഗത്താണ് ആ മിസ്റ്റേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് ഇപ്പൊ ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. വളർന്നു വരുന്ന സമയങ്ങളിൽ കുട്ടികൾക്ക് നമുക്കറിയാം, ഇപ്പോൾ ഈ പുതിയ കാലഘട്ടങ്ങളിൽ രാത്രിയിൽ കുട്ടികൾ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉറക്കമില്ലാതെ ഇരിക്കേണ്ടി വരും. അവരെന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉറക്കമില്ലാതിരിക്കേണ്ടി വരും. അത് നമ്മളെ സംബന്ധിച്ചോളം ഒത്തിരി പെയിൻഫുൾ ആണ്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് പോകേണ്ടതാണ്. തന്നെയല്ല, മാനസികമായിട്ട് സംഘർഷമാണ്. കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോണും ഇതൊക്കെ എടുത്തുകൊണ്ട് നോക്കുന്നത്, എന്താണ് നോക്കുന്നത് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. പണ്ട് ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ എങ്ങനെയും ഓടിയെങ്കിലും ചെന്ന് നോക്കാം. ഇപ്പൊ മൊബൈലായിരിക്കുമ്പോൾ അതൊന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് നമ്മളുടെ സിസ്റ്റം നമ്മൾ മാറ്റാൻ ശ്രമിക്കുക. തീരെ കുട്ടികളായിരുന്നപ്പോഴേ മാറ്റേണ്ടതാണ്. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല, എങ്കിലും ശ്രമിച്ചു നോക്കും. നമ്മളാണ് അവർക്ക് മാതൃക മാറിപ്പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം. താങ്ക് യു സർ. വേണുഗോപാൽ സാർ സംസാരിച്ചോളൂ. ആദ്യമായിട്ട് സാബർ സാറിനോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയും. കാരണം ഒരു എക്സലന്റ് സെഷൻ, ഹൈലി ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, എങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്ലാസ് ആയിരുന്നു. ഇപ്പൊ സാറ് പറഞ്ഞു ഉറക്കത്തിന്റെ 2-3 സ്റ്റേജുകൾ: റം സ്ലീപ്പ്, ലൈറ്റ് സ്ലീപ്പ്, പിന്നെ മറ്റൊന്ന് ഈ സ്വപ്നം, ഡ്രീം കാണുന്ന ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ടല്ലോ. അതായത് പിന്നെ ഏജ് ആയ ആൾക്കാരൊക്കെ 15% ആണെന്ന് പറഞ്ഞു. ഈ ഡീപ്പ് സ്ലീപ്പിൽ നമ്മൾ സ്വപ്നം കാണുന്നില്ലല്ലോ. ഞാൻ അങ്ങനെയാണ് കേട്ട അറിവ് കൊണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ലൈറ്റ് സ്ലീപ്പിലും റം സ്ലീപ്പിലും മാത്രമേ നമ്മൾ ഡ്രീം കാണുന്നുള്ളൂ എന്നുള്ളതാണ്. അത് ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. സാർ, സയന്റിഫിക് ആയിട്ട് അങ്ങനെയാണ് പറയുന്നത്. റം സ്ലീപ്പിലും ഡീപ്പ് സ്ലീപ്പിലുമാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ആ 4 സൈക്കിളിൽ ആദ്യത്തെ സൈക്കിൾ ഡീപ്പ് സ്ലീപ്പിന്റെ ടൈം വളരെ കൂടുതലാണ്. ആ സമയത്ത് റം കുറവാണ്. പക്ഷെ തുടർന്ന് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ റം എന്ന് പറയുന്ന റാപ്പിഡ് ഐ മൂവ്മെന്റ് ടൈം വളരെ വളരെ കൂടുതലാണ്. താഴത്തെ 3rd ഉം 4th ഉം ഡീപ്പ് സ്ലീപ്പും അതുപോലെ തന്നെ ഡീപ്പും വെരി ഡീപ്പ് സ്ലീപ്പുകളൊക്കെ വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ഓൾറെഡി നമ്മുടെ ബോഡി മെറ്റാബോളിക് അതെല്ലാം റീഓറിയന്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. അങ്ങനെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ വരുന്നത് നമ്മുടെ മെമ്മറി കൺസോൾട്ടേഷന് വേണ്ടിയിട്ടുള്ള ബ്രെയിൻ ഫങ്ഷൻസിനെ റിസ്റ്റോർ ചെയ്യാനുള്ള ആക്ടിവിറ്റി. ആ സമയത്താണ് നമുക്കിത് നടക്കുന്നത്. അപ്പോൾ ഏത് സൈക്കിളിലാണ് ഡ്രീം കാണുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് വരുമ്പം കിടന്ന ഉടനെ ഡ്രീം കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ ഡീപ് സ്ലീപ്പും ഉണ്ട്, റെമ്മും ഉണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന സയൻസ് പറയുന്നത് ഡീപ് സ്ലീപ്പിലും റെമ്മിലുമാണ് ഡ്രീംസ് കാണുന്നത് എന്നാണ്. ഓക്കെ, താങ്ക് യു സബു സാർ, താങ്ക് യു വേണുഗോപാൽ സാർ. ജഗതി മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചു. സബു സാർ നമസ്കാരം. സാർ, വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു. ഒരുപാട് ഇൻഫർമേഷൻസ് പുതുതായി അറിയാൻ പറ്റി. പക്ഷെ ഈ പറഞ്ഞ പോലെ ഓടിയെത്താനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കാരണം ഒരുപാട് ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് ഒരുപാട് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതില്. ഇപ്പോ സാറ് ഡയബറ്റിക്സ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞല്ലോ ഉറക്കം. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ ജോലിക്കൊക്കെ പോകേണ്ടി വരുമ്പോൾ നമുക്ക് ജോലികളും നമ്മുടെ ഈ പറഞ്ഞ ട്രെയിനിങ് സെഷനുകളും ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും, വൈകി കിടക്കേണ്ടി വരും. അപ്പോൾ നമുക്കതിന് ബാലൻസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും അസുഖം വരും എന്നുള്ള ഉറപ്പാണല്ലേ സർ, ഡയബറ്റിക്സിന്റെ അടക്കം. പിന്നെ ബസ്സിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ബസ്സിലിരുന്നിട്ട് നമ്മളിത് ട്രെയിനിങ് തന്നെയാണ് കേൾക്കുന്നത്, ക്ലാസ്സുകളൊക്കെ. അതെ, അങ്ങനെ അത് ഒഴിവാക്കാൻ പറ്റുന്നുമില്ല. നമ്മളതില് അഡിക്റ്റഡ് ആയി. അല്ലാതെ വേണം. മാം അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ പോസിറ്റീവ് കമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നതെല്ലാം പോസിറ്റീവ് ഹോർമോൺസ് ആണ്. നമ്മുടെ ബ്രെയിൻ ആവശ്യപ്പെടുന്ന പോസിറ്റീവ് ഹോർമോൺസ് ആണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ബ്രെയിന് കൊടുക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ, നമുക്ക് താല്പര്യമില്ലാത്ത ഒരൊറ്റ സെഷൻ പോലും നമ്മൾ കാണാറില്ല. അപ്പോഴേ നമ്മൾ കട്ട് ചെയ്ത് പോകത്തില്ലേ? തീർച്ചയായിട്ടും.
അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. നമ്മുടെ ബ്രെയിനെ നമ്മൾ സന്തോഷിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടുകാരെയോ നമ്മുടെ സ്വന്തക്കാരെയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ പോലും ഇത്രയും സന്തോഷിപ്പിക്കാൻ നമ്മളെ കൊണ്ട് ഇന്ന് വരെ ആയിട്ടില്ല. പോസിറ്റീവ് കമ്മ്യൂണിറ്റി പ്രത്യേകം നന്ദി പറയാം. കാരണം അത്ര പോസിറ്റീവ് കെമിക്കൽസ് ആണ് നമുക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന്. നിങ്ങൾ ഇരിക്കുന്നതിന് എത്ര സന്തോഷമാണ്. നിങ്ങൾ ഇരിക്കുന്നതുകൊണ്ടല്ലേ എനിക്കിത് പറയാൻ പറ്റുന്നത്. വളരെ വളരെ അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ട്രെയിനിങ് ഒന്നും നിർത്തണ്ട, ഉറക്കച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാബു സാർ. ഒരുപാട് പുതിയ ഓരോ ചോദ്യത്തിലും സാറിന്റെ ഗോഡൌണിൽ നിന്ന് പുതിയ അറിവുകൾ വരികയാണ്. ഇത്രയും കാലം നമ്മൾ കേട്ടത് ഷോക്കേസ് ആണ്. ഒരുപക്ഷെ ഇപ്പൊ ഈ ക്ലാസ് കേട്ടപ്പോ പെട്ടെന്ന് ഒരു VK അനിൽ കുമാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് പോവാം. ഒരു മിനിറ്റ്. VK. നമസ്കാരം സാബു സാറേ. പറയൂ അനിൽകുമാർ സാർ. സാറേ, എനിക്കത് പിന്നെ ഈ ഡെൽറ്റ, എനിക്ക് 2 ഡൗട്ടാ, ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ സാർ? നോക്കാം സാർ, പറഞ്ഞോളൂ സാറേ. പിന്നെ നമുക്ക് ഈ ഡെൽറ്റ എന്ന് പറയുന്നതല്ലേ ലാസ്റ്റ് സ്റ്റേജ് സ്ലീപ്പിന്റെ, അതിന്റെ താഴെയാണോ റെം സ്റ്റേജ്? അതെ, അതിനും താഴെയാണ് റെം സ്റ്റേജ്. റെമ്മിന്റെ ഫുൾ ഫോം സാർ? റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് വെച്ചാൽ കണ്ണിങ്ങനെ, കണ്ണിന്റെ കൃഷ്ണമണി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ കൊച്ചുകുട്ടികൾ ഉറങ്ങുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓ സാർ. പിന്നെ മറ്റൊന്നുള്ളൊരു സംശയമുള്ളത്, ഈ മെലാറ്റോണിൻ എന്നുള്ള കെമിക്കല് സാർ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഉടനെ വർക്കൗട്ട് ആവത്തില്ലേ? തീർച്ചയായും തീർച്ചയായും. ഏതാണ്ട് ആ സമയമാണ് 6 മണി, ആ ടൈമിലാണ് അത് നമുക്ക് ആക്ടിവേറ്റഡ് ആകുന്നത്. 6 മണി കഴിഞ്ഞ് 9 മണി എന്നാണ് നമ്മൾ സയന്റിഫിക് ആയിട്ട് നമുക്ക് കണ്ട പിക്ചറിൽ അങ്ങനെയാണ്. പക്ഷെ അത് സ്വല്പം കൂടെ ടൈം നേരത്തെ ആകാം. ഉറങ്ങി തുടങ്ങുമ്പോഴേ വരത്തുള്ളൂ അല്ലേ? അല്ല, 9 മണിക്ക് എന്നാണ് പറഞ്ഞത്. 9 മണിക്ക് എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നത്. അത് അതെ അതെ. ഏതായാലും സാർ വണ്ടർഫുൾ. ഇത്രയും അധികം ഉറക്കത്തിന് പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് സാർ മനസ്സിലായത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വളരെ ഇൻഫോർമേറ്റീവ് സാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ജ്യോതികുമാർ സാർ അൺമ്യൂട്ട് ചെയ്ത്. ഗുഡ് ഈവനിങ്. നന്നായിരുന്നു. നല്ല വിശദമായ കുറെ കാര്യങ്ങൾ കിട്ടി. നന്നായി. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഉറക്കത്തിന്റെ പ്രാധാന്യം ഗംഭീരമായി തന്നെ മനസ്സിലായി. അതിന്റെ ഒരു സൈക്കിളും പ്രോസസ്സും ഒക്കെ. സാർ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? പറഞ്ഞോളൂ. ചില കുട്ടികൾ അവര് പണ്ട് കാലത്ത് ഞാൻ ഇന്നേ സ്ഥലത്തായിരുന്നു ജനിച്ചത്, ഇന്നേ സ്ഥലത്തൊക്കെ ഞാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സാർ. അത് ഈ തരത്തിലുള്ള ഡ്രീം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനസികമായ അവസ്ഥയിലൂടെ സാധിക്കുന്നതാണോ? അത് അങ്ങനെ വരുന്നത് പഴയ ജന്മത്തിൽ ഞാൻ ഇന്നേ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു, അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ? സാറേ, ഉറക്കവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. പക്ഷെ TA-യിൽ പറയുന്ന ആ ഭാഗവുമായിട്ടൊക്കെ അതിന് ഭയങ്കര ബന്ധമുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിലോ കിടക്കുന്ന ചില കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊക്കെ പൊങ്ങി വരുന്നുണ്ട്. അതിനെ നമുക്ക് ഒതുക്കണമെങ്കിൽ ഇച്ചിരി പണിയുണ്ട്. ഞാൻ കരുതി അത് ഈ തരത്തിലുള്ള നമ്മളെ റമ്മിൽ ഉണ്ടാവുന്ന ഡ്രീമിലൂടെ വന്നു വരുന്നതാണോ എന്ന് ചോദിക്കായിരുന്നു. ഓക്കെ. ഇല്ല, അങ്ങനെ വരേണ്ടതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. ജസ്റ്റ് ഞാനൊരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചു. പക്ഷെ അങ്ങനെ പറയുന്ന കുട്ടികളൊന്നും തന്നെ പിന്നീട് വലുതായിട്ട് പിന്നീട് അവരത് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒന്നും കേൾക്കാറുമില്ല. ഒരു സമയത്ത് അത് പറഞ്ഞ് കേൾക്കാം, അതോടെ തീരും. യെസ് സാർ, അതാണ് സംഭവിക്കുന്നത്. കാരണം അതിലൊരു ചേഞ്ച്, ഒരു മെന്റൽ പുതിയ ഐഡിയാസ് നമുക്ക് കിട്ടുമ്പോൾ, പുതിയ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് കിട്ടുമ്പോൾ ഇതെല്ലാം റീറൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത് കുട്ടിക്ക് ഒരു പക്ഷേ ഒത്തിരി മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, പരീക്ഷ സമയമാകുമ്പോൾ പനി പിടിച്ചെന്ന് പറഞ്ഞ് ഞാൻ സ്വപ്നം കാണാറുണ്ട്. പരീക്ഷയുടെ സമയം വരുമ്പോൾ പനി പിടിച്ചെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ടിരുന്നേറ്റൊക്കെ നോക്കുമ്പോൾ പനിയൊന്നുമില്ല. അപ്പൊ അത് എന്ന് പറയുന്ന പോലെ തന്നെ അതിനേക്കാളും ഡീപ്പായിട്ടുള്ള ചില മെമ്മറീസ് ആണ് ഈ പാർട്ടുകൾ. അത് ഒരു സമയം, ഇപ്പൊ ഞാൻ പരീക്ഷയ്ക്കല്ല എന്ത് വന്നാലും എനിക്ക് പനിയൊന്നും പിടിക്കാറില്ല, സ്വപ്നം കാണാറില്ല. അപ്പോൾ തന്നെ മാറി. അതിന് ഞാനൊന്നും ചെയ്തൊന്നുമില്ല, തന്നെ മാറിക്കോളൂ എന്ന് വിചാരിക്കുക. ഓക്കെ സാർ, താങ്ക് യു. നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സാറേ, ഞാനൊരു ചോദ്യം ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിന് അതിൻ്റെ ഉത്തരം കിട്ടി. ഞാൻ ഈ മെലാറ്റോണിന് പകരമാണ് പോസിറ്റീവ് കമ്മ്യൂണിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ശരിയാവില്ല അല്ലേ? 6 മണിക്ക് ശേഷം മാത്രമേ അത് ആക്റ്റീവ് ആകുള്ളൂ. സാറ് പറഞ്ഞ വളരെ നല്ലൊരു കാര്യമാണ്. ഒരു ഹാളിലൊക്കെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് വേണ്ട എന്ന് പറഞ്ഞ് എണീറ്റ് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓൺലൈനിലാവുമ്പം
ആ ഒരു ബുദ്ധിമുട്ടില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് പതിയെ. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആളുകൾ ഇരിക്കുന്നത് സാർ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ട്രെയിനിങ് കാണുന്നവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ ടൈറ്റിൽ വളരെ കൃത്യമായിട്ട് പറയാം. പല ടൈറ്റിലുകൾക്കും ഹിഡൻ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇതെന്താണെന്ന് അറിയാതെ ആകെ വിഷമിച്ച് വന്ന് കയറി അവസാനം പെട്ടെന്ന് അങ്ങനെ വേണ്ട. നല്ല ടൈറ്റിൽസ് കൊടുക്കുക, നല്ല ഭംഗിയുള്ള മനസ്സിലാകുന്ന ടൈറ്റിൽസ് കൊടുത്താൽ ആളുകൾക്ക് വേണ്ടവർക്ക് കാണാം, വേണ്ടാത്ത ഇല്ലെങ്കിൽ ആകെ ഒരു ഹിഡൻ ഡൈനാമിക്സ് ഉണ്ട് അതിനകത്ത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന്. അപ്പോൾ ഞാനത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഏത് ടൈറ്റിൽ കൊടുത്താലും വളരെ പോസിറ്റീവായിട്ട് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകുന്ന ടൈറ്റിൽ കൊടുത്താൽ അത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് ഹോർമോൺസ് അവിടെ ഇല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടാം ചിലപ്പോൾ. ഓക്കെ, ജഗതി മാം വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ജഗതി മാം സംസാരിച്ചോളൂ. സർ, ഞാന് ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നേ. ചോദിച്ചോട്ടെ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടല്ലോ, സൊല്യൂഷൻ കാണേണ്ട പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ അത് നമ്മളെ അങ്ങോട്ട് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. അതിനൊരു ഉത്തരം കണ്ടെത്തുന്നവരേക്കും അത് പല ദിവസങ്ങളിലായിട്ട് അങ്ങനെ തന്നെയായിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ അതിന്റെ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാലേ പിന്നെ നമ്മുടെ ഉറക്കം ഒന്നും ശരിയാവുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വരാറുണ്ട്. മാം, ഞാൻ പറയുന്നത് മാമിന് നല്ല 2-3 ഫ്രണ്ട്സിനെ കണ്ടെത്തുക, ശരിക്കും ഷെയർ ചെയ്യുക. നമ്മുടെ പ്രശ്നമൊക്കെ അവരുടെ തലയിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഉറങ്ങുക. അങ്ങനത്തെ പ്രശ്നമൊന്നും അല്ല സാറേ. വളരെ സിമ്പിളാണ്. ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അത് ഫ്രണ്ട്സിന് പറ്റൂലല്ലോ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് അതിനെ കുറിച്ചൊക്കെ ടെൻഷൻ, ഒരു ആങ്സൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ അതെ. അതിന് ഉത്തരം കണ്ടെത്തി കഴിയുമ്പോ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിന് ഉത്തരം കണ്ടെത്തി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഉറങ്ങാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആങ്സൈറ്റിയെ കുറിച്ച് പറയാൻ ഏറ്റവും നല്ല ജയനമ്പൂരി സാറാ. സാർ ഇവിടെ ഇരിപ്പുണ്ട്. തീർച്ചയായിട്ടും സാർ പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറേ, ഈ ജഗതി മാമിന്റെ ഉറക്കമില്ലായ്മ നമ്മുടെ അബ്ദുൽ കലാം സാറ് പറഞ്ഞ ഉറങ്ങാൻ അനുവദിക്കാത്ത എന്തോ സ്വപ്നങ്ങളായിരിക്കാം. ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ആളാണ് ജഗതി മാം. ഒരുപാട് എയിമുകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഉറക്കം കുറയുന്നതാണ് ഡോക്ടർ അബ്ദുൽ കലാം. അങ്ങനത്തെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ ഉള്ളത് സമൂഹത്തിന് നല്ലതാണ്. പക്ഷെ നമുക്കത് ക്ഷീണമാണ് മാം, നമുക്കത് ക്ഷീണമാണ് പലപ്പോഴും. അപ്പൊ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പറഞ്ഞോളൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. 2 കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ സാറിന് അറിയുമായിരിക്കും, എന്റെ മോൻ മരിച്ചു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്കത് എങ്ങനെ അവന്റെ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആക്കാൻ പറ്റും, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതെനിക്ക് ഞാനത് പിന്നീട് അതെന്ത് ചെയ്യണമെന്നുള്ള സൊല്യൂഷനിലേക്ക് എത്തി. അതായത് പിന്നെ അവന്റെ ലാപ്പ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഞാൻ തുറന്നു. പക്ഷെ അപ്പോഴും നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഒന്നും പുതിയ തേങ്ങയാണ്, അത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറെ ആൾക്കാർ അത് പ്രൊജക്ട് തുറന്ന് ചെയ്യാനായിട്ട് വില്ലിങ് ആയി വന്നു. അപ്പോഴും നമുക്ക് ആരെ ഏൽപ്പിക്കും എന്നറിയില്ല, ആരെ ഏൽപ്പിച്ചാൽ ശരിയാവുമെന്നറിയില്ല. അപ്പൊ ഞാൻ പിന്നെ ഞാൻ തന്നെ ആലോചിച്ചിട്ട് പിന്നെ നമ്മുടെ പോസിറ്റീവ് ഗവൺമെന്റ് തന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സുനിൽ സാറ് എന്നോട് പറഞ്ഞു, സാറിന്റെ ഒരു ഫ്രണ്ടിനോട് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ 2 കൂടെ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്കത് MBO അല്ലെങ്കിൽ അങ്ങനെ ഗവൺമെന്റിന് തന്നെ തിരിച്ചു കൊടുത്തു. അതിന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോട് തന്നെ കണ്ടുപിടിക്കാനായിട്ട് IIT-യിൽ തുടർ ഗവേഷണം നടത്താനും കുറെ ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരോട് തന്നെ ചെയ്യാൻ പറയണ അങ്ങനത്തെ കാര്യങ്ങൾ ആണ്. അപ്പൊ എനിക്ക് അതിന് കത്തെഴുതാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതിലേക്ക് സൊല്യൂഷനിലേക്ക് എത്തി. അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റ് സിലബസിൽ കൊണ്ടുവരണം എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനോട്. അപ്പൊ അതൊക്കെ ചെയ്യാനായിട്ട് സുനിൽ സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. ഞാൻ സൊസൈറ്റിക്ക് വേണ്ടി എനിക്ക് എന്റെ മോനെ എന്തായാലും എനിക്ക് കിട്ടത്തില്ല. പക്ഷെ അവൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ അതിനുവേണ്ടി സൊസൈറ്റിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് എനിക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് അങ്ങനെ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നത്. അതപ്പൊ ഞാനത് തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് എനിക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം തോന്നുമ്പോ അതെങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് അങ്ങനെ കുറെ സമയം എനിക്ക് അതിന്റെ പോകും. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകും. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. എന്ത് പ്രോജക്റ്റ് ആണ് മാം? എന്ത് പ്രോജക്റ്റ് ആണ് സാർ? സിവിൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ആണ്. ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചതാണ്. അല്ലല്ല, പ്രോഡക്റ്റ് കണ്ടുപിടിച്ചതാണ്. ഒരു പ്രോഡക്റ്റ് നമ്മുടെ സാറിന് ഞാൻ വിളിക്കാം. സാറിന്
അല്ല അപ്പൊ അങ്ങനെ ഇപ്പൊ അതുപോലെ തന്നെ ഒരു വ്യക്തിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യണം, പക്ഷെ അത് എങ്ങനെ നമ്മൾ പ്രോസസ് ചെയ്യും? അപ്പൊ അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു, അതെനിക്ക് ചെയ്യാൻ പറ്റി. പിന്നീട് ഞങ്ങളെ കുടുംബക്കാരെല്ലാരും കൂടി അത് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ ശരിയാണ് മാം പറയുന്നത്, എനിക്ക് അത് മനസ്സിലാകുന്നുണ്ട്. കാരണം ഞാൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റയാണ്. ഇങ്ങനെ ഒറ്റയായിരിക്കുന്ന സമയത്ത് നിന്ന് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് നമ്മളവിടെ ഉണ്ടാക്കിയെടുക്കും. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന, ഇപ്പം മാഡം ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പ്രോജക്റ്റ് എൻ്റെ മുമ്പിൽ വന്നാൽ ആ പ്രോജക്റ്റിന് വേണ്ടി ഞാൻ ആദ്യമേ ഒരു നല്ല എമൗണ്ട് സ്പോൺസർ ചെയ്യും. ആ സ്പോൺസർ ചെയ്യുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ സ്പോൺസർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാനത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കുകയാണ്, അല്ലാതെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ചില ഗ്രൂപ്പ് ഡൈനാമിക് ആക്ടിവിറ്റീസ്, നമുക്ക് എവിടെയാണ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ അത് നമ്മൾ കണ്ടെത്തി, അത് തീർച്ചയായിട്ടും നമുക്കൊന്ന് നേരിട്ട് വിളിക്കാം. മാം ഞാൻ വിളിക്കാം, എൻ്റെ നമ്പർ ഒന്ന് മാം നോട്ട് ചെയ്തോളൂ. എൻ്റെ അടുത്തുണ്ട് സാർ, ഞാൻ വിളിക്കാമെന്ന് വിചാരിച്ചിരിക്കാം. എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട് എല്ലായിടത്തും, ഓഫീസിലും വീട്ടിലൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം സാറിന്. ഇത് ഇപ്പം നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കേസല്ല, അത് ചിലര് സഹായിക്കുന്ന കേസാണല്ലോ, അത് ഞങ്ങൾ ചെയ്തു. അങ്ങനത്തെ കേസല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന പ്രശ്നം, ഇപ്പൊ ഓഫീസിലായാലും വീട്ടിലായാലും എവിടെയാണേലും കാണുമ്പോൾ നമുക്കത് അങ്ങനെ ഉറക്കം കിടത്താറുണ്ട്, വല്ലാണ്ട് കിടത്താറുണ്ട്. അത് ഒരുപക്ഷെ മാഡം പറയുന്ന അനുസരിച്ച് നോക്കുമ്പോൾ മാഡത്തിന് അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളപ്പോൾ അതിനോടുകൂടി ആഡപ്പ് ചെയ്ത് ഇത് കയറി വരും. അപ്പൊ അത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ജഗതി മാം. ഏതായാലും വളരെ സെഷൻ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ നീണ്ടു പോവും. നമുക്ക് ഒരു നസ്ല ഒരാള് അൺമ്യൂട്ട് ചെയ്തു. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തോട്ടെ സാർ, അൺമ്യൂട്ട് കൊടുത്തോളൂ, അത് പെട്ടെന്ന് തീർന്നോളൂല്ലോ. ഓക്കെ, നസ്ല അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. പറഞ്ഞോളൂ. ആദ്യം താങ്ക്സ് പറയാണ്, നല്ല ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയ ഒരു ക്ലാസ് ആയിരുന്നു. പിന്നെ കുട്ടികളുടെ ഉറക്കമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം ചോദിക്കാനായിരുന്നു. സാറ് പറഞ്ഞില്ലേ കുട്ടികൾക്ക് ഒരു പിന്നെ പ്രത്യേക സമയത്ത് ഇൻഫർമേഷൻ കൊടുത്താൽ നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നു. അത് അവരുടെ ഉറക്കം തുടങ്ങിയിട്ട് എത്ര സമയത്തിനുള്ളിലാണ് കൊടുക്കാൻ പറ്റുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് പറയാൻ പറ്റുമോ? എനിക്ക് ചെറിയ കുട്ടിയുണ്ട്, അപ്പൊ അത് കേട്ടപ്പോ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ കറക്റ്റ് ഒരാളെ ബന്ധപ്പെടുത്തി തരാം. അതുപോലെ സാറിന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്തോളൂ സാർ. ഓക്കെ, ഈ ചോദ്യം കേട്ടപ്പോൾ, സാറിന്റെ ഉത്തരം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മളെ പുലർക്കാല സ്വപ്നങ്ങളെല്ലാം ഫലിക്കും. ഇതൊക്കെ ഒരു അന്ധവിശ്വാസമായിട്ട് നമ്മൾ എടുത്തേക്കുന്നതാണ്. ഒരുപക്ഷെ വാക്കുകളുടെ ശക്തിയുള്ള ഉറക്കത്തിന്റെ നിമിഷങ്ങൾ, ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിന്റെയൊക്കെ സയന്റിഫിക് റീസൺസ് അനാവരണം ചെയ്ത വലിയൊരു സെഷനായിരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കണം, എക്സസൈസ് ചെയ്യണം, ധാരാളം അധ്വാനിക്കണം, ഐശ്വര്യം കൊണ്ടുവരണം എന്നൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. നന്നായി ഉറങ്ങണം. ഇനിയിപ്പം ഇത് കേട്ടിട്ടെല്ലാം നാളെ മുതൽ ഒരുപക്ഷെ ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഇതെല്ലാം വേസ്റ്റാണ്. പ്രത്യേകിച്ചും പിള്ളേരൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവൻ ടൈം കളയുന്നല്ലോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഓരോരുത്തരുടെയും ഉറക്കത്തിന്റെ ആവശ്യം നമുക്ക് അറിഞ്ഞൂടാ. ഇഫക്റ്റീവ് സ്ലീപ്പ് വേണ്ടതാണ്. ഒരുപക്ഷെ നാളെ മുതലെല്ലാം ഈ സെഷൻ കേട്ടവരൊക്കെ വർക്കെല്ലാം ഉപേക്ഷിച്ചിട്ട് മുഴുവനായിട്ട് ഉറങ്ങാൻ പോയിട്ടില്ലെങ്കിലും നന്നായി ഉറങ്ങാൻ ശ്രദ്ധിക്കും തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് പെട്ടെന്ന് സാറിന്റെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദം കേട്ട് കുട്ടി ഉണരുന്ന രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ വീട്ടിൽ പാടില്ല. അതൊരു പക്ഷെ അവരുടെ സ്ക്രിപ്റ്റിനെ, അവരുടെ ജീവിത ശൈലിയെ, അല്ലെങ്കിൽ അവരുടെ തലയിലെഴുത്തിനെ തന്നെ ബാധിക്കാവുന്ന രീതിയിൽ ഒരു ഉറക്കെയുള്ള ഒരു ശബ്ദം അവരെ ബാധിച്ചേക്കാവുന്ന പല കാര്യം ടിഎയും ഇതിനൊക്കെയാണ് പറയുന്നത് തോന്നുന്നു. അപ്പം ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആർക്കും പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല എന്ന് വിചാരിക്കുന്നു. ആരും ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമല്ലോ സാറേ. സാറെല്ലാം പറഞ്ഞു. എന്നാലും സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ലെവൽ എലിമിനേഷൻ എക്സസൈസ് പ്ലാൻ എന്നാണ്. സ്ട്രെസ് ലെവൽ എലിമിനേഷൻ എക്സസൈസ് പ്ലാൻ. അതിൽ സർക്കാരിന്റെ വിധത്തിൽ സീറോട്ടോണിൻ, മെലാട്ടോണിൻ എന്ന് പറഞ്ഞ 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്.
അത് ശരിയായ അളവിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ശരീരത്തിന് മനസ്സിന് ആവശ്യമുള്ള ഉറക്കം കിട്ടുന്നത്. ഇത് പ്രകാശം വരുമ്പോൾ മെലാറ്റോണിന്റെ അളവ് കുറയും. അപ്പൊ ചില ആൾക്കാർ ബെഡ് ലാമ്പ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഉറക്കം കുറവാണെങ്കിൽ നമ്മുടെ തലയുടെ പുറകുവശത്ത് ലാമ്പ് വെച്ചാൽ മതി. നേരെ കാണുന്നതിന് പകരം തലയുടെ പുറകുവശത്ത് വെക്കുക. അതുപോലെ വെന്റിലേഷൻ വഴി ലൈറ്റ് വരണമെങ്കിൽ അത് കറക്റ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ടും ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ ഒരു ഹാൻഡ് കർച്ചീഫ് എടുത്ത് മടക്കിയിട്ട് കണ്ണിന്റെ മുകളിൽ ഇടുക. അപ്പൊ കണ്ണിന്റെ മുകളിൽ ഇടുമ്പോൾ ഒന്നും കൂടി ഡാർക്കാണ് പറഞ്ഞത്. ഡാർക്ക് എന്ന് പറയുന്നത് ബ്രെയിനെ സംബന്ധിച്ച് സ്ലീപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉറങ്ങാൻ കിടന്ന മാക്സിമം 10 മിനിറ്റിനുള്ളിൽ ഉറങ്ങിയിരിക്കണം. അല്ലെങ്കിൽ അനാവശ്യമായ കുറെ ചിന്തകളോ ഈ ചിന്തകളോ ഒന്ന് വേവലാതി കൂട്ടും. അപ്പൊ ഉറക്കത്തെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് 10 മിനിറ്റ് ആണ്, അതിനുള്ളിൽ ഉറങ്ങിയിരിക്കണം. അതേപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് എണീക്കാനും പറ്റും. ഇത്രേ ആവശ്യമുള്ളൂ. ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളൂ. അപ്പൊ ഈ ചില ആൾക്കാർ ഇപ്പൊ ഇന്നലെ എങ്ങാനും ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് ഉറങ്ങാൻ പോകുമ്പോ ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ലല്ലോ അതേ വേവലാതി വെച്ചാൽ പോണേ. അപ്പൊ അവിടെ വേവലാതി കുറയ്ക്കാൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിൽ വേണ്ടത്ര ഓക്സിജൻ കിട്ടും വെള്ളത്തിൽ നിന്ന്, ടെൻഷൻ കുറയ്ക്കും. പിന്നെ ഈ ഉറക്കമില്ല എങ്കിൽ മാത്രമാണ് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു ഹാൻഡ് കർച്ചീഫ് ഇട്ടാൽ മതി. പിന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബെഡ്റൂം ഒരിക്കലും തിയേറ്റർ ആക്കാൻ പാടില്ല, പ്ലേ ഗ്രൗണ്ട് ആക്കാൻ പാടില്ല, അതുപോലെ ലൈബ്രറി ആക്കാൻ പാടില്ല. ഇപ്പൊ മിക്കവാറും കുറെ ആൾക്കാർ ഉറങ്ങാൻ കിടക്കുമ്പോൾ റൂമിലത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് മൊബൈൽ ഓൺ ചെയ്ത് വെക്കലുണ്ട്. മൊബൈൽ നോക്കി സ്വഭാവമുണ്ട്. അത് കണ്ണിന് കേടാണ്. കാരണം ഔട്ട്സൈഡ് ലൈറ്റ് മുഴുവൻ ഒന്നുമില്ല, എന്നിട്ട് മൊബൈലിൽ വന്ന ലൈറ്റിന് റേഡിയേഷൻ കൂടും. അപ്പൊ അത് കണ്ണിനെ അഫക്ട് ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കുക. പറ്റുമെങ്കിൽ ബെഡ്റൂമിലേക്ക് സാധനം കയറ്റാൻ പാടില്ല എന്നാ പറയും. മൊബൈൽ പുറത്ത് വെച്ചാൽ മതി. അലാറം വെക്കണമെങ്കിൽ അത് പുറത്ത് അടിച്ചാലും കേൾക്കാലോ. പിന്നെ അത്യാവശ്യം ആരെങ്കിലും വിളിച്ചാൽ അത്യാവശ്യക്കാർ വീണ്ടും വിളിക്കും. ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് മൊബൈൽ ബെഡ്റൂമിൽ കയറ്റാതിരിക്കാൻ പറ്റും. ഇത് ചെയ്ത് നല്ല ഉറക്കം കിട്ടിക്കോളും. സാർ അതിൽ ആ ആൽഫ തീറ്റ പറഞ്ഞില്ലേ? തീറ്റ പറഞ്ഞ 30 to 30 ഹെർട്സ് ആണ്. ആൽഫ പറഞ്ഞ 8 to 12 ആണ്. തീറ്റ പറഞ്ഞ 4 to 8 ആണ്. ഡെൽറ്റ പറഞ്ഞ 0 to 4 ആണ്. എന്റെ കുറഞ്ഞു പോയല്ലേ? ആ സാറ് 1 to 3 പറഞ്ഞുണ്ട്. 1 to 3 ഞാൻ പറഞ്ഞത്. അത് 0 to 4 ആണ് ഡെൽറ്റ. ഈ സമയത്താണ് ഈ ഡെൽറ്റ സ്റ്റേജ് പറഞ്ഞ ഏകദേശം 2 മണി സമയമാണ്. ആ സമയത്താണ് പല കളക്റ്റീവ് അൺകോൺഷ്യസ്, അതായത് അന്ധവിശ്വാസങ്ങൾ വരുന്നത്. അതായത് പണ്ട് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് പറഞ്ഞ് രാത്രി പുറത്തു പോകുമ്പോൾ അവിടെ പ്രേതന്റെ കുട്ടിച്ചാതന്റെ എന്ന് പറയുന്ന കഥകള്, ഇതൊക്കെ ഓർമ്മ വരുന്ന സമയത്താണ്. നമ്മൾ ഡീപ്പ് സ്ലീപ്പാണ്. ഈ ഡീപ്പ് സ്ലീപ്പാണ് മോഷണത്തിന് ആൾക്കാർ കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അവര് ഉണർന്നിരിക്കുന്നു, ബാക്കിയുള്ളവർ ഉറങ്ങുകയാണ്. അതുപോലെ സ്വന്തമായി വാഹനം ഓടിക്കുന്നവർ രാത്രി പരിചയമില്ലാത്ത വണ്ടി ഓടിക്കുകയാണെങ്കിൽ രാത്രി ആക്സിഡന്റ് സംഭവിക്കുന്നത് ഈ സമയത്താണ്. കാരണം നമുക്ക് ഓട്ടോമാറ്റിക് ഉറക്കം വരും. മറ്റൊരു ട്രെയിനാണ്. ഇപ്പോ ഡ്രൈവേഴ്സ് പറഞ്ഞാൽ അവർക്ക് രാത്രിയും പകലും ഓടിച്ചുള്ള ഇതുണ്ട്. അപ്പൊ രാത്രി 2 മണി എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. 1 മണിക്കൂറാണത് ഡെൽറ്റ വരുന്നത്. ആ 24 മണിക്കൂറിലെ 16 മണിക്കൂർ ബീറ്റ, 2 മണിക്കൂർ ആൽഫ, 5 മണിക്കൂർ തീറ്റ, 1 മണിക്കൂർ ഡെൽറ്റ അങ്ങനെ വരും. അങ്ങനെയാണ് 24 മണിക്കൂറിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇപ്പൊ പണ്ട് കാലത്ത് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 5:55 മ്യൂസിക് ഉണ്ടായിരുന്നു. ആ മ്യൂസിക് കേൾക്കുമ്പോൾ ഭയങ്കര എനർജിയാണ്. ഒന്നാം സമയത്ത് അറ്റ്മോസ്ഫിയർ വളരെ കാമൻ ആയിട്ടാണ്. ഈ ആൽഫ തീറ്റയുടെ ഒരു മിക്സ് പോലെ നമുക്ക് കിട്ടും. ഭയങ്കര എനർജി കിട്ടും. ഇത്ര പോരെ സാറേ? മതി സാർ, താങ്ക് യു വളരെ. ആ സ്ലീപ്പ് എന്നുള്ളതിന്റെ പേര് പറയാൻ ഞാനും വിട്ടുപോയി. ഓക്കെ, തീർച്ചയായും അത് വളരെ. സ്ട്രെസ് ലെവൽ എലിമിനേഷൻ എക്സസൈസ് പ്ലാൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല ഹോട്ടലിലൊക്കെ ആണെങ്കിൽ മിക്കവാറും പെർഫെക്റ്റ് ആയിട്ടുള്ള കർട്ടനായിരിക്കും, വെളിച്ചം പോലും കിട്ടാത്ത. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേക്കാനുള്ള സാധ്യത പോലും ഇല്ലാത്ത വിധത്തിൽ ഇരുട്ടായിരിക്കും ഹോട്ടലിൽ കാണുന്നത്. അതൊക്കെ ആ ഒരു സിസ്റ്റമായിട്ടുണ്ട്. യെസ് സാറേ, അഷ്റഫ് സാർ സംസാരിച്ചോളൂ. ഹലോ സാർ, എനിക്കൊരു സംശയം സാർ. നമ്മള് ഒരു ദിവസം രാത്രി ഒരു 1-2 മണിക്കൂറൊക്കെ ഉറങ്ങാൻ വൈകിപ്പോയാല് പിറ്റേ ദിവസം അത് വല്ലാതെ ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലോ. അപ്പൊ രാത്രി 1 മണിക്കൂർ ഉറക്കം നഷ്ടപ്പെട്ടാൽ അത് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ തന്നെ പകൽ ഉറങ്ങിയാൽ മതിയോ? അതല്ല
ഉറങ്ങാതെ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ 1 മണിക്കൂർ ഉറങ്ങിയില്ല എന്നൊക്കെ ബോധം നമ്മളെ മനസ്സിലുള്ളതിനെ കൊണ്ട് ഒരു ഉറക്കച്ചവിട് പകലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനെന്താ ഒരു പരിഹാരം? സാർ, അത് റെഗുലർ ആയിട്ട് നാപ്പ് ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ റെഗുലർ അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ ഉറക്കത്തിൽ അത് ബാലൻസ് ചെയ്തോളൂ. അപ്പൊ നമ്മൾ പകൽ ഉറങ്ങേണ്ട കാര്യമല്ല, പിറ്റേ ദിവസം രാത്രി ഉറക്കത്തിന് അത് കമ്പൻസേറ്റ് ചെയ്യും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സ് വരുമ്പോഴത്തേക്ക് നമ്മുടെ സിസ്റ്റം എല്ലാം ഔട്ടായി. പിന്നെ നമ്മൾ ചിലപ്പോൾ നാപ്പൊക്കെ വെച്ച് അത് റീസെറ്റ് ചെയ്തിട്ട് വേണം പഴയ സിസ്റ്റത്തിലേക്ക് വരാൻ. ഇത് എപ്പോഴെങ്കിലും സംഭവിക്കുന്നതാണ്. കാരണം എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും എൻഗേജ്മെന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ കിടക്കാൻ വൈകല്ലോ. 2 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ പോലും മനുഷ്യന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാം. 2 നൈറ്റുകൾ ഉറങ്ങിയില്ലെങ്കിൽ പോലും അവന് നിൽക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ അതിനുശേഷം ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ക്രിട്ടിക്കലായിട്ട് മാറും. സാർ, അതേപോലെ അഫർമേഷൻ ചോദിച്ചില്ലേ ഇവർ മാഡം? പറഞ്ഞോളൂ. നെസ്ല സാറിന്റെ നമ്പർ ഒന്ന് കൊടുത്താൽ മതി. കുട്ടിയെ കമത്തി കിടത്തിയിട്ട് പുറത്ത് ക്ലോക്ക് വൈസ് ആയിട്ട് മസാജ് ചെയ്ത് പറഞ്ഞാൽ മതി. ഉറങ്ങാൻ കിടക്കുമ്പോ കുട്ടിയെ കമത്തി കിടത്തുക, എന്നിട്ട് പുറത്ത് ഒരേ ഇതില് ക്ലോക്ക് വൈസ് ആയിട്ട് പതുക്കെ മസാജ് ചെയ്യുക. ഈ മസാജ് ചെയ്തിട്ട് എന്താണോ കൊടുക്കേണ്ട അഫർമേഷൻ എന്നുള്ള കുട്ടി ഉറങ്ങുന്നത് വരെ പറയാം. ഭയങ്കര റിസൾട്ട് കിട്ടും. അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അഫർമേഷൻ കൊടുക്കുന്ന മെത്തേഡ് അതാണ്. അത് നമുക്ക് എന്താണ് കുട്ടിയിൽ മാറ്റം വേണ്ടത് വെച്ചാൽ അത് എല്ലാ ദിവസവും ഒരേ സെന്റൻസ് ഉപയോഗിക്കണം. എത്ര ദിവസം റിപ്പീറ്റ് ചെയ്യണം? 21 ഡേയ്സ്. അപ്പൊ അത് എഴുതുന്ന സ്ക്രിപ്റ്റ് കറക്റ്റ് ആയിരിക്കണം. അത് മാറിപ്പോകരുത്. ഒരേ സ്ക്രിപ്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതണം. എഴുതിയിട്ട് വേണം അത് ഫോളോ ചെയ്യാൻ. അതല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡ് കറക്റ്റ് ആയിട്ട് കേൾപ്പിക്കുക. കൊച്ചുകുട്ടികൾ പറയുന്ന കുട്ടികളാണെങ്കിൽ കുട്ടികളെ അവരുടെ സൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് കേൾപ്പിക്കുന്നതായിരിക്കും കൂടുതൽ നമ്മൾ പറയുന്നതിനേക്കാൾ ഇഫക്റ്റീവ് ആയിരിക്കും. പിന്നെ പറയണത് പ്രസന്റ് ടെൻസ് വേണം. പ്രസന്റ് ടെൻസിൽ പറയണം. പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് വ്യക്തമാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. ബ്രെയിന് കൺഫ്യൂഷൻ എന്ന പ്രശ്നമാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് കുട്ടിയോട് പറയാണ്, നിനക്ക് ഇന്ന് മുതൽ പഠിക്കാനുള്ള കഴിവ് കൂടി വരുന്നതാണ് പറഞ്ഞു. നാളെ പറയാണ് നീ നല്ലോണം പഠിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ വന്നു. രണ്ടിന്റെ അർത്ഥം ഒന്നാണ്, പക്ഷെ പറയണം കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. എന്റെ നമ്പർ ഇതിലിട്ടുണ്ട്. നമ്മൾ ഈ കുട്ടികളെ ഉറക്കുമ്പോൾ താരാട്ട് പാട്ടുണ്ടല്ലോ, ഈ താരാട്ട് പാട്ട് ശരിക്കും ഒരു അഫർമേഷൻ തന്നെ അല്ലേ? അതെ, തീർച്ചയായിട്ടും താരാട്ട് പാടിയിട്ടാണല്ലോ കുട്ടികളെ ഉറക്കുന്നത്. ഇന്ന് താരാട്ട് പാടില്ലാത്തതുകൊണ്ടാണ് സാറേ ഈ അഫർമേഷന്റെ ആവശ്യം വരുന്നത്. നമുക്ക് പാട്ട് പാടാൻ അറിയത്തുമില്ല. കാരണം എല്ലാരും തോണ്ടിക്കൊണ്ടിരിക്കല്ലേ. യക്ഷികളുടെ മയിലോ നന്ന് പാടിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഡാഡി മമ്മി വീട്ടിലില്ലാന്നാ പാടുന്നത്. കുട്ടികളാ പാടുന്നത് അല്ലേ? ഇപ്പൊ എല്ലാരും ചുണ്ണാമ്പ് തേച്ചോണ്ടിരിക്കല്ലേ യക്ഷിയെ പിടിക്കാനായിട്ട്. സംശയങ്ങൾ കഴിഞ്ഞെന്ന് തോന്നുന്നു. രാവിലെ ഏറെ ചെന്നു. വളരെ അസാധാരണമായിട്ടുള്ള 9:35, 9:37. ഓക്കെ, ഇനി ആർക്കും ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും ഇല്ല എന്ന് വിചാരിക്കില്ല. തീർച്ചയായിട്ടും കാണും. ഏതായാലും ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്, ഉറങ്ങാൻ പോകേണ്ടതുണ്ട്. ഏതായാലും സബു സാർ വളരെ നല്ലൊരു സെഷനായിരുന്നു. ദാറ്റ് ഫ്ലോ വാസ് ഫാന്റാസ്റ്റിക്. ഒരു നിമിഷം പോലും ഒന്നും നിർത്താതെ അങ്ങനെ ഒരു ടാപ്പ് തുറന്നതുപോലെ ഒരു നിർഘളം ഉള്ള ഒരു ഒഴുക്കായിരുന്നു. ആൻഡ് ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ. താങ്ക് യു വെരി മച്ച്. എല്ലാവരും വളരെ ആസ്വദിക്കുകയും നമുക്ക് കൂടുതൽ അറിവ് പകരുകയും ചെയ്ത ഒരു സെഷനായിരുന്നു. നമുക്കിനി എന്താ പറയുക, നമുക്ക് ഒന്ന് ചേരാം, കരുത്താർജിക്കാം എന്നൊക്കെ പറയുന്ന പോലെ ഇന്നത്തെ ബോട്ടം ലൈനായിട്ട് നമുക്ക് നന്നായി ഉറങ്ങാം, നന്നായി ഉണരാം, പ്രവർത്തിക്കാം എന്നുള്ള വാക്കുകളോടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഗുഡ് നൈറ്റ് ടു ഓൾ. താങ്ക് യു വെരി മച്ച് സബു സാർ. Thank you. Thank you, sir. Thank you, sir. Thank you, Sunil sir. With all your permission. Thank you.